ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്ന വിഷയം 1201 മലയാള പുതുവർഷ ഫലമാണ്. അശ്വതി നക്ഷത്രം 2201 ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഈ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ചില നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം ചിങ്ങമാസത്തെ ഫലം. ചിങ്ങമാസത്തിൽ ഇവർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് ആരോഗ്യമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ആരോഗ്യ സംബന്ധമായ ചില ഹാനികൾ ഉണ്ടാവും. അതുകൂടാതെ ധനപരമായ ചില നഷ്ടങ്ങളും ഈ ചിങ്ങമാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിചാരിതമായി ധനനഷ്ടങ്ങൾ ഇവർക്കുണ്ടാകും. ഈ കന്നിമാസത്തിൽ ശത്രുക്കളിൽ നിന്നും ജയമുണ്ടാവും. ശത്രുക്കളിൽ നിന്ന് ജയമുണ്ടാവും. കുടുംബ സംബന്ധമായ സുഖം കിട്ടും. കുടുംബത്തിൽ സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇനി തുലാമാസത്തിൽ ഈ അശ്വതി നക്ഷത്രക്കാർ ദൂരയാത്ര ചെയ്യേണ്ടി വരും. ദൂരയാത്രക്ക് അവസരം വരും. അന്യദേശവാസം ഉണ്ടാവും. ദൂരയാത്ര മാത്രമല്ല, അന്യദേശത്ത് പോയി താമസിക്കാനും ഒക്കെ ഇടവരുന്ന സാഹചര്യം തുലാമാസത്തിലുണ്ടാവും. വൃശ്ചിക മാസത്തിൽ രോഗാരിഷ്ടതകൾ ഇവർക്കുണ്ടാകാം. അപ്പോൾ ചിങ്ങമാസത്തിലുള്ളത് പോലെ തന്നെ രോഗാരിഷ്ടതകൾ ഈ വൃശ്ചിക മാസത്തിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാവും. വാഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും. വാഹനപരമായി വാഹന ഭയം ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ധനുമാസത്തിൽ ധനനഷ്ടം ഇവർക്കുണ്ടാകാം. ധനപരമായി ചില പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ എല്ലാം ഇവർക്കുണ്ടാവും. അതുകൂടാതെ മനസ്സിന് മനോവ്യസനം വരുന്ന കാര്യങ്ങൾ, മനസ്സിന് പ്രയാസമുണ്ടാവുന്ന കാര്യങ്ങൾ ധനുമാസത്തിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാവും. മകരം മാസത്തിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാവും. ഇവർ വിചാരിച്ച പല കാര്യങ്ങളും മകരമാസത്തിൽ നടക്കാനായിട്ട് സാധ്യത കൂടുതലായി ഉണ്ടാകുന്നതാണ്. കൂടാതെ കർമ്മപരമായ പുരോഗതി, പ്രവൃത്തികളിൽ പുരോഗതി, ചെയ്യുന്ന കാര്യങ്ങളിൽ പുരോഗതി, ഇതെല്ലാം മകരമാസത്തിൽ ഇവർക്കുണ്ടാകും. കുംഭമാസത്തിൽ ആരോഗ്യപുഷ്ടി ഉണ്ടാവും. അപ്പം ചിങ്ങമാസത്തിലും ധനുമാസത്തിലും ഒക്കെ അല്ലെങ്കിൽ വൃശ്ചികമാസത്തിലും ഒക്കെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കുംഭമാസത്തിൽ ആരോഗ്യപുഷ്ടിയാണ് കാണുന്നത്. കുടുംബത്തിൽ പുരോഗതിയും കുംഭമാസത്തിൽ ഇവർക്കുണ്ടാവും. മീനമാസത്തിൽ അധിക ചെലവ് ഇവർക്കുണ്ടാവും. അതായത് ചെലവ് കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് അധിക ചെലവ് എന്ന് പറയുന്നത്. അതുകൂടാതെ സ്ഥാനചലനങ്ങൾ ഉണ്ടാകാം. എന്തെങ്കിലും സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനചലനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മീനം കഴിഞ്ഞാൽ പിന്നെ മേടമാസത്തിൽ ഇവർക്ക് കാര്യതടസ്സം ഉണ്ടാവും. എന്ത് കാര്യം നടത്താൻ ഉദ്ദേശിച്ചാലും അവിടെ ഒരു തടസ്സം ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും. മനോവിഷമം, മനക്ലേശം, അങ്ങനെ മനസ്സിന് ഒരു തൃപ്തിയില്ലായ്മ, ആകെ ഒരു മനസ്സിനൊരു അരിഷിതാവസ്ഥ, ഇതെല്ലാം മേടമാസത്തിൽ ഉണ്ടാകാം. മിഥുനമാസത്തിൽ ഇവർക്ക് കുടുംബദോഷം ഉണ്ടാവും. കുടുംബത്തിന് ദോഷങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൂടാതെ കുടുംബദോഷം കൂടാതെ വാക് സംബന്ധമായ ദോഷം, അതായത് വാക് ദോഷം വർത്തമാനത്തിലോ പ്രവൃത്തിയിലോ, അതുകൂടാതെ നമ്മൾ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് വാക്ദോഷങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഇടവമാസത്തിലുണ്ട്. മിഥുനമാസത്തിൽ ഇവർക്ക് ധനപുഷ്ടി ഉണ്ടാവും.
ധനപരമായി പുഷ്ടി ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും ഈ അശ്വതി നക്ഷത്രക്കാർക്ക്. ധനപുഷ്ടി ഉണ്ടാകാം. കർമ്മ പുരോഗതിയും കീർത്തിയും ഇവർക്കുണ്ടാവും. കർമ്മ പുരോഗതി, കീർത്തി, ധനപുഷ്ടി ഇതെല്ലാം ഈ മിഥുന മാസത്തിൽ ഉണ്ടാകും. കർക്കിടക മാസത്തിൽ ബന്ധുവിരോധം ഉണ്ടാകാം. ബന്ധുക്കൾ തമ്മിൽ വിരോധങ്ങൾ ഉണ്ടാകാം. മാതൃജന അരിഷ്ടതകൾ ഉണ്ടാകാം. അതായത് അമ്മ വഴിയുള്ള ചില ജനങ്ങൾക്ക് അരിഷ്ടതകളും ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാകാം. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ ചിങ്ങം മാസം മുതൽ കർക്കിടക മാസം വരെയുള്ള നക്ഷത്രഫലമാണ് ഈ പുതുവർഷത്തെ ഫലം ഞാൻ പറയുന്നത്. ദോഷശാന്തിക്കായി വിഷ്ണു സഹസ്രനാമവും ശാസ്താപ്രീതിയും നീരാഞ്ജന സമർപ്പണവും ഇവർ ദോഷശാന്തിക്കായി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തിലും വരുന്ന ഫലം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചിങ്ങമാസത്തിൽ എന്താണ് ഫലം, അതേപോലെ തന്നെ കന്നിമാസത്തിൽ എന്ത് ഫലം ഉണ്ടാവും, തുലാമാസത്തിലും വൃശ്ചികമാസത്തിലും, അങ്ങനെ ഓരോ മാസത്തിലും നിങ്ങൾക്കുണ്ടാവുന്ന ഓരോ നിങ്ങളുടെ ഭരണി നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ചിങ്ങമാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഭരണി നക്ഷത്രക്കാർക്കുണ്ടാവും. ആരോഗ്യമായ ചില ഹാനി, ആരോഗ്യമായ ചില അരിഷ്ടതകൾ ഇതെല്ലാം ഇവർക്കുണ്ടാവും. അതുകൂടാതെ ധനപരമായ നഷ്ടം, പ്രതീക്ഷിക്കാതെ വരുന്ന ചില ധനനഷ്ടങ്ങളും ചിങ്ങമാസത്തിൽ ഈ നക്ഷത്രക്കാർക്കുണ്ടാവും, ഭരണി നക്ഷത്രക്കാർക്ക്. കന്നിമാസത്തിൽ ശത്രുക്കളിൽ നിന്നും ജയമുണ്ടാവും. ശത്രു ദോഷം മാറിക്കിട്ടും, ശത്രുക്കളുടെ മേൽ ജയമുണ്ടാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. കുടുംബസുഖവും ഇവർക്ക് കിട്ടും. തുലാമാസത്തിൽ ദൂരയാത്ര ചെയ്യാനിടവരും. ദൂരയാത്ര പോകേണ്ടി വരും. അന്യസ്ഥലത്ത് ചെന്ന് താമസിക്കാനും അവിടെ ചില കാര്യങ്ങളിൽ ഏർപ്പെടാനും ഇവർക്ക് ഈ തുലാമാസത്തിൽ സാധിക്കും. വൃശ്ചികമാസത്തിൽ ഇവർക്ക് രോഗ അരിഷ്ടതകൾ ഉണ്ടാകാം. രോഗാദി ദുരിതങ്ങൾ വരാം. അപകട സാധ്യത കാണുന്നുണ്ട്. വൃശ്ചികമാസത്തിൽ ഈ ഭരണി നക്ഷത്രക്കാർക്ക് അപകട സാധ്യതയുണ്ട്. വാഹന ഭയം ഉണ്ടാകാം. വൃശ്ചികം കഴിഞ്ഞു. പിന്നെ മകരമാസത്തിൽ ഉദ്ദിഷ്ടകാര്യ സംബന്ധമായ സിദ്ധി ഉണ്ടാവും. ഇവർ വിചാരിക്കാതെ തന്നെ ചില കാര്യങ്ങളിൽ ഇവർക്ക് വിജയമുണ്ടാകും. വിജയ നേട്ടങ്ങളുണ്ടാകും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. വിജയങ്ങളുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സം കൂടാതെ അത് വിജയിക്കാനും സാധിച്ചെന്ന് വരും. കുംഭമാസത്തിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാവും. കുംഭമാസത്തിൽ സാധ്യതയുണ്ടാകും. ആരോഗ്യപരമായി പുഷ്ടി ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായിട്ട് നല്ല ഒരു അവസ്ഥയായിരിക്കുള്ളൂ കുംഭമാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക്. കുടുംബത്തിൽ പുരോഗതിയും ഉണ്ടാവും. അധിക ചെലവുണ്ടാവും. മീനമാസത്തിൽ ഇവർക്ക് അധിക ചെലവ് വരും. സ്ഥാനചലനങ്ങൾ ഉണ്ടാകാം. അതായത് ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അവിടെ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകാൻ, ചിലപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനോ അതേപോലെയുള്ള മറ്റു കാര്യങ്ങളോ, അല്ലെങ്കിൽ ചിലപ്പോൾ പണിഷ്മെൻറ്റ്, ട്രാൻസ്ഫർ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അത് എല്ലാത്തിനും സ്ഥാനചലനങ്ങളിൽ പെടുന്നതാണ്. സ്ഥാനചലനങ്ങൾ ഉണ്ടാവും. മേടമാസത്തിൽ കാര്യതടസ്സം ഉണ്ടാകാം. മനോവിഷമങ്ങളും ഉണ്ടാവും. മേടമാസത്തിൽ അത് ചെയ്യുന്ന കാര്യങ്ങളിൽ പല തടസ്സങ്ങളും വരും. മനസ്സിന് ക്ലേശങ്ങളും ഉണ്ടാകും. ഇടവമാസത്തിൽ കുടുംബത്തിൽ ദോഷം സംഭവിക്കാവുന്ന കാര്യങ്ങൾ വന്നു ചേരും.
കുടുംബത്തിന് ദോഷം സംഭവിക്കാവുന്ന കാര്യങ്ങൾ വന്നു ചേരാം. വാക്ക് ദോഷം ഉണ്ടാവും. അതായത് നമ്മൾ സംസാരത്തിലെ ചില പ്രവൃത്തികൾ മൂലം നമുക്ക് ദോഷ അനുഭവങ്ങൾ ഉണ്ടാകാം. മിഥുന മാസത്തിൽ ധനപുഷ്ടി ഉണ്ടാവും. ധനപരമായ പുഷ്ടി ഉണ്ടാകും. കർമ്മ പുരോഗതി ഉണ്ടാകും. സൽകീർത്തി കിട്ടും ഈ ഭരണി നക്ഷത്രക്കാർക്ക്. കർക്കിടക മാസത്തിൽ ബന്ധുക്കളിൽ നിന്നും വിരോധം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാതൃജന അരിഷ്ടതകൾ, അമ്മ വഴിയുള്ള ജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ ബന്ധുക്കൾക്കുള്ള അരിഷ്ടതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ചിങ്ങം മുതൽ കർക്കിടകം വരെ ഭരണി നക്ഷത്രക്കാരുടെ ഈ പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ദോഷശാന്തിക്കായി ഇവർ വിഷ്ണു സഹസ്രനാമവും ശാസ്ത്രാപ്രീതിയും വിഷ്ണു ദർശനവും നീരാഞ്ജന സമർപ്പണവും നടത്തിയാൽ നന്നായിരിക്കും. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെ, പുതുവർഷത്തിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തെ ഫലം വിസ്തരിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ചിങ്ങമാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് മനക്ലേശം, മനപ്രയാസം, മനോവിഷമങ്ങൾ ഇതെല്ലാം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഗ്രഹത്തിൽ പല വിധത്തിലുള്ള കലഹങ്ങളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കന്നിമാസത്തിൽ സ്വജന വിരോധവും രോഗപീഠകളും ഇവർക്കുണ്ടാവും. കന്നിമാസത്തിൽ സ്വജന വിരോധം ഉണ്ടാകും. അതുപോലെ തന്നെ രോഗസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് വന്നുകൂടും. തുലാമാസത്തിൽ നേത്രരോഗം ഇവർക്കുണ്ടാകും. നേത്രരോഗം ഉണ്ടാകും. ശത്രുഭയം ഉണ്ടാകും. ശത്രുക്കളിൽ നിന്ന് ഭയം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. വൃശ്ചിക മാസത്തിൽ ഉദ്യോഗലബ്ധി ഇവർക്കുണ്ടാവും. കാരണം ചെയ്യുന്ന ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ പുതിയതായിട്ട് ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൂടാതെ അഭീഷ്ടസിദ്ധി ഉണ്ടാവും. അവരാഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. ധനുമാസത്തിൽ മനക്ലേശമുണ്ടാവും. മനസ്സിന് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഉദര രോഗങ്ങൾ ഉണ്ടാകും. ഉദര സംബന്ധമായ രോഗങ്ങളും ഈ ധനുമാസത്തിൽ ഇവർക്കുണ്ടാകും. ധനുമാസം കഴിഞ്ഞ പിന്നെ മകരമാസത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ധനനഷ്ടം, അതുകൂടാതെ രോഗ അരിഷ്ടതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ മകരമാസത്തിൽ ഉണ്ടാകും. കുംഭമാസം സ്ഥാനലബ്ധി ഉണ്ടാകും. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഇവരെ തേടി വരും. കർമ്മസിദ്ധി ഉണ്ടാവും. കാര്യ വിജയം ഇതെല്ലാം ഇവർക്കുണ്ടാകും. ഗ്രഹത്തിൽ പുഷ്ടി ഉണ്ടാകും. ഗ്രഹപുഷ്ടിയും ഇവർക്കുണ്ടാവും. മീനമാസത്തിൽ പ്രശസ്തിയും രോഗശാന്തി, ധനലാഭം എന്നിവയുണ്ടാകാം. മീനമാസത്തിൽ പ്രശസ്തി, രോഗ സംബന്ധമായ ശാന്തി, അതായത് രോഗത്തിൽ നിന്നുള്ള മുക്തി, അല്ലെങ്കിൽ രോഗസംബന്ധമായ കുറവ്, രോഗത്തിൻ്റെ കഠിനത കുറവ്, ഇതെല്ലാം ഉണ്ടാകാം. ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകാം. മേടമാസത്തിൽ പ്രതിസന്ധികളും ഇവർക്ക് നേരിടേണ്ടി വരും. പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും. വ്യാപാര നഷ്ടമുണ്ടാവും. കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ വ്യാപാര സംബന്ധമായ നഷ്ടങ്ങൾ ഉണ്ടാകും. ഇടവമാസത്തിൽ യാത്രാക്ലേശം സംഭവിക്കാം. യാത്രാപരമായ ക്ലേശം ഉണ്ടാകും. ധനനഷ്ടമുണ്ടാകും. മനോദുഃഖങ്ങൾ അനുഭവത്തിൽ വരും ഇടവമാസത്തിൽ. മിഥുനമാസം മനക്ലേശം, കുടുംബ വിരഹത, അതായത് മനസ്സിന് വിഷമം വരുന്ന വാർത്തകൾ കേൾക്കാനും അല്ലെങ്കിൽ മനോവിഷമങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ വന്ന് സംഭവിക്കാനും, കുടുംബത്തിലെ വിരഹത, അതായത് ഒരു തൃപ്തിയില്ലായ്മ, ഇതെല്ലാം കുടുംബത്തിൽ വന്ന് സംഭവിക്കും. മിഥുനം കഴിഞ്ഞ പിന്നെ കർക്കിടക മാസത്തിൽ പ്രശസ്തിയും കർമ്മ പുരോഗതിയും ഉണ്ടാവും. കർക്കിടക മാസത്തിൽ ഇവർക്ക് പ്രശസ്തി ഉണ്ടാവും.
കർമ്മ പുരോഗതി ഉണ്ടാവും, സൽകീർത്തിയും കിട്ടും. ഇതാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പുതുവർഷ ഫലം. ഇതിൻ്റെ ദോഷശാന്തിക്കായിട്ട് ഇവർ വിഷ്ണു ഭജനവും വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാടും നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അത് രോഹിണി നക്ഷത്രം, രോഹിണി നക്ഷത്രക്കാരുടെ പുതുവർഷത്തെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തിലും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ചിങ്ങമാസത്തിൽ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് മനസ്സ്വസ്ഥത കുറയും. ഗ്രഹത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാം. അതായത് ദുഃഖകരമായ ചില കാര്യങ്ങൾ ഗ്രഹത്തിൽ ഇവർക്ക് വന്നു ചേരും. കന്നിമാസത്തിൽ ജനവിരോധം ഉണ്ടാകും. ബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ അകൽച്ചയുണ്ടാകാം. അവരുടെ വിരോധം കേൾക്കാനൊക്കെ അല്ലെങ്കിൽ വിരോധം വന്ന് സംഭവിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യമായ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും. കന്നിമാസത്തിൽ ആരോഗ്യത്തിൽ ചില ഹീനത, അതായത് ആരോഗ്യപുഷ്ടിയില്ലായ്മ, ഇതെല്ലാം ഈ കന്നിമാസത്തിൽ ഉണ്ടാവും. കന്നിമാസം കഴിഞ്ഞ പിന്നെ തുലാമാസമാണ്. കണ്ണ് സംബന്ധമായ ചികിത്സ ഇവർക്ക് ചെയ്യേണ്ടി വരും. കണ്ണിന് നേത്രരോഗത്തിന് ചികിത്സ ചെയ്യേണ്ടതായിട്ട് വരും. ശത്രുദോഷങ്ങൾ ഉണ്ടാകാം. ശത്രുതാപരമായിട്ടുള്ള ദോഷങ്ങളും ഇവർക്ക് തുലാമാസത്തിൽ ഏൽക്കേണ്ടി വരും. വൃശ്ചിക മാസത്തിൽ ഇവർക്ക് കാര്യസിദ്ധി ഉണ്ടാകും. പല കാര്യങ്ങളിലും വിജയമുണ്ടാകും. പല കാര്യങ്ങളിലും ഇവരുടെ പ്രവൃത്തി ഗുണമുണ്ടാകും, കാര്യവിജയങ്ങളും ഉണ്ടാകും. ധനുമാസത്തിൽ ഇവർക്ക് ഉദരരോഗം ഉണ്ടാകാം. വയറ് സംബന്ധമായ ചില രോഗങ്ങൾ ഇവർക്ക് വന്ന് പിടിപെടാം. മനപ്രയാസം ഉണ്ടാകും, മനക്ലേശം ഉണ്ടാകാം. മകരമാസത്തിൽ രോഗാദി ദുരിതങ്ങൾ ഇവർക്ക് വന്നുകൂടും. മകരമാസത്തിൽ രോഗാദി ദുരിതങ്ങൾ ഏൽക്കാനിടവരും. ധനപരമായ നഷ്ടങ്ങളും ഇവർക്കുണ്ടാകും. കുംഭമാസത്തിൽ ഗ്രഹപുഷ്ടി ഉണ്ടാകും. കുംഭത്തിൽ ഗ്രഹപുഷ്ടി ഉണ്ടാകും, കാര്യസിദ്ധി ഉണ്ടാകും, രോഗശാന്തിയും ഇവർക്കുണ്ടാകും. മീനമാസത്തിൽ കീർത്തിയും ധനലാഭവും ഇവരെ തേടി വരും. മേടമാസത്തിൽ തടസ്സങ്ങൾ നീങ്ങും. പല കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങൾ മേടമാസത്തിൽ ഇവർക്ക് നീങ്ങുന്നതായി കാണാം. കച്ചവടത്തിൽ നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നഷ്ടങ്ങൾ ഉണ്ടാകാം. ഇടവമാസത്തിൽ മനക്ലേശം ഉണ്ടാകാം. മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ വന്ന് സംഭവിക്കാം. ഇടവത്തിൽ മനക്ലേശം ഉണ്ടാവും. യാത്രാ ദുരിതമുണ്ടാവും. യാത്ര പോയാൽ ആ യാത്ര ദുരിതത്തിൽ അവസാനിക്കും. യാത്രാ ദുരിതമുണ്ടാകും. ധനപരമായ നഷ്ടങ്ങളും ഇവർക്കുണ്ടാകും. മിഥുനമാസത്തിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. വാഗ്ദോഷങ്ങൾ ഉണ്ടാകും, പ്രവൃത്തി ദോഷങ്ങൾ ഉണ്ടാകും, സംസാര ദോഷങ്ങൾ ഉണ്ടാകും, ക്ലേശങ്ങളും അതുവഴി ഉണ്ടാവും. കർക്കിടക മാസത്തിൽ പ്രശസ്തി ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് പ്രശസ്തി ഉണ്ടാവുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. അപ്പോൾ കർക്കിടക മാസത്തിൽ പ്രശസ്തി ഉണ്ടാവും, സ്ഥാനലബ്ധി ഉണ്ടാവും, കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവും രോഹിണി നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഇവർ ദോഷശാന്തിക്കായി വിഷ്ണു ഭജനവും നടത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. മകീര നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസങ്ങളിലും നിങ്ങൾക്കുണ്ടാവുന്ന നക്ഷത്രഫലമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ചിങ്ങമാസത്തിൽ മകീരൻ നക്ഷത്രക്കാർക്ക് മനോവിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനോദുഃഖങ്ങൾ ഉണ്ടാകും, മനക്ലേശങ്ങളുണ്ടാകും, ഗ്രഹസംബന്ധമായി കലഹങ്ങളും ഉണ്ടാകാം. കന്നിമാസത്തിൽ സ്വജനവിരോധമുണ്ടാകും. സ്വജനങ്ങളുമായി വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകും. തുലാമാസത്തിൽ നേത്രരോഗങ്ങൾ ഉണ്ടാകാം. നേത്ര സംബന്ധമായ രോഗം ഉണ്ടാവും. ശത്രുദോഷങ്ങളും ഏൽക്കേണ്ടതായിട്ട് വരും.
വൃശ്ചിക മാസത്തിൽ ഇവർക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാകും. ഇവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാനായിട്ട് സാധ്യത ഉണ്ടാകും. കാര്യവിജയം ഉണ്ടാകും. കർമ്മ പുരോഗതി ഉണ്ടാകും. കർമ്മത്തിൽ വിജയമുണ്ടാകും. കാര്യവിജയം ഉണ്ടാകും. കർമ്മം പ്രവർത്തികളിൽ വിജയമുണ്ടാകും. ധനുമാസത്തിലെ ഉദര സംബന്ധമായ ദോഷങ്ങൾ ഇവർക്കുണ്ടാകും. വയറിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു പെടാനായിട്ട് സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ രോഗം അതുമൂലം തന്നെ ധനനഷ്ടങ്ങളും ഇവർക്കുണ്ടാകും. ധനുമാസം കഴിഞ്ഞ പിന്നെ മകരമാസമാണ്. മകരമാസത്തിൽ രോഗങ്ങളും നഷ്ടങ്ങളും ധനക്ലേശങ്ങളും ഇവർക്ക് ഉണ്ടാകും. കുംഭമാസത്തിൽ ഗ്രഹത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും. കുംഭമാസത്തിൽ ഗ്രഹത്തിൽ സമാധാനം, അതായത് കുടുംബ പുഷ്ടി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, കാര്യസിദ്ധി ഉണ്ടാകും. വിചാരിച്ച പല കാര്യങ്ങളും നടക്കാനും സാധ്യതയുണ്ട്. മീനമാസം ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു മാസമാണ്. ധനപരമായി നേട്ടങ്ങളുണ്ടാവും, പ്രശസ്തി ഉണ്ടാവും. ഇവർക്ക് സൽകീർത്തി ഉണ്ടാവും, പ്രശസ്തി ഉണ്ടാവും. മേടമാസത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാകാം. അതായത് വിഘ്നം എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ ഉണ്ടാകാം. വ്യാപാരികൾക്ക്, വ്യാപാരം ചെയ്യുന്നവർ, കച്ചവടം ചെയ്യുന്നവർക്ക് വ്യാപാര നഷ്ടങ്ങളും ഉണ്ടാകാം. ഇടവമാസത്തിൽ മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനപ്രയാസങ്ങൾ, യാത്രാക്ലേശങ്ങൾ, ഇതെല്ലാം ഇടവമാസത്തിൽ വന്ന് സംഭവിക്കും. മിഥുനമാസത്തിൽ വാഗ്ദോഷങ്ങൾ ഉണ്ടാകാം. വാക്ക്, പ്രവൃത്തി, ഇല്ലേ, അതുകൂടാതെ സംസാരം, ഇതെല്ലാം വാഗ്ദോഷത്താൽ ഉണ്ടാകാം. കുടുംബ ദുരിതങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ പ്രയാസങ്ങളും കുടുംബ ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർക്കിടക മാസത്തിൽ പേരും പ്രശസ്തിയും ഇവർക്ക് കിട്ടും. പേര് കിട്ടും, പ്രശസ്തി കിട്ടും, സ്ഥാനലബ്ധി കിട്ടും. അതായത് പുതിയതായി എന്തെങ്കിലും സ്ഥാനമാനങ്ങളെല്ലാം ഇവരെ തേടി വരും. അപ്പോൾ മകീര നക്ഷത്രക്കാരുടെ ചിങ്ങം മുതൽ, പുതുവർഷത്തെ ചിങ്ങം മുതൽ കർക്കിടകം വരെ ഓരോ മാസത്തിലെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവർക്ക് ദോഷശാന്തിക്കായിട്ട് വിഷ്ണു പ്രീതിയും വിഷ്ണു ഭജനവും നടത്തുന്നത് നല്ലതാണ്. തിരുവാതിരക്കാർക്ക് ചിങ്ങമാസം 1201 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസത്തിൽ ഓരോ മാസത്തിലും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ചിങ്ങമാസത്തിൽ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് കീർത്തി ഉണ്ടാവും, സൽകീർത്തി ഉണ്ടാവും, മനോസുഖം ഉണ്ടാവും. മനസ്സിന് സുഖം കിട്ടുന്ന വാർത്തകൾ കേൾക്കാനും ഇവർക്ക് ഇടവരും. കന്നിമാസത്തിൽ രോഗം, ദുരിതം, മാതൃജന വിരോധം, ഇതെല്ലാം കന്നിമാസത്തിൽ ഉണ്ടാകാം. തുലാമാസത്തിൽ രോഗത്തിന് വർധനയുണ്ടാകും. ഇപ്പം രോഗിയാണെങ്കിൽ ആ രോഗത്തിന് വർധനയുണ്ടാകാം. രോഗം കൂടാൻ അവസരം വരും. മനോവിഷമങ്ങൾ ഉണ്ടാകും, മനസ്സ് പ്രയാസം ഉണ്ടാവും, മനക്ലേശങ്ങൾ ഉണ്ടാവും. വൃശ്ചിക മാസത്തിൽ കേസുകളിൽ വിജയം ഉണ്ടാവും. കോടതികളിൽ കേസൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ പോലീസ് സ്റ്റേഷനോ അതേപോലെയുള്ള ബന്ധപ്പെട്ട പല കേസുകളിലെല്ലാം ഇവർക്ക് വിജയം ഉണ്ടാകും. അതേപോലെ തന്നെ ശത്രുജയം ഉണ്ടാകും. ശത്രുവിനെ ജയിക്കാനായിട്ട് സാധിക്കും. ശത്രുജയം ഉണ്ടാകും. ധനുമാസത്തിൽ ദൂരയാത്രയും ദാമ്പത്യ ക്ലേശവും ഉണ്ടാകും. ധനുമാസത്തിൽ പുറത്തേക്ക് പോകാനായിട്ടുള്ള, ദൂരയാത്ര ചെയ്യാനുള്ള അവസരം വരും. ദാമ്പത്യപരമായി ചില ക്ലേശങ്ങളും ഉണ്ടാകും. മകരമാസത്തിൽ ദേഹാരിഷ്ടതകൾ ഉണ്ടാകാം. ദേഹത്തിന് ഒരു ഇതില്ലായ്മ, ഒരു പുഷ്ടിയില്ലായ്മ, അതേപോലെ തന്നെ പ്രയാസങ്ങൾ, ഇതെല്ലാം ദേഹസംബന്ധമായി ഉണ്ടാകും. അതുകൂടാതെ അഗ്നിഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഗ്നിഭയം ഉണ്ടാകും. കുംഭമാസത്തിൽ പതനഭയം ഉണ്ടാകും. അതായത് അപകടങ്ങളോ, ഞാൻ വീണു പോകുമോ എന്നുള്ള ഒരു പതനഭയം,
അതേപോലെ അപകടഭയം, ഇതെല്ലാം കുംഭമാസത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മീനമാസത്തിൽ സ്ഥാനപദവി, അതായത് സ്ഥാനപദവി കിട്ടും, പ്രമോഷൻ, ജോലിയിൽ പ്രമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ പുതിയതായി ജോലി കിട്ടാനോ ഒക്കെ സാധ്യതയുണ്ട്. ഉദ്യോഗപരമായി നേട്ടങ്ങളും ഇവർക്കുണ്ടാകും. മേടമാസത്തിൽ വസ്തുലാഭം ഉണ്ടാവും. ചിലപ്പോൾ പുതിയ വസ്തുക്കൾ വാങ്ങാനോ അല്ലെങ്കിൽ വസ്തുവിൽ നിന്നും ലാഭം കിട്ടാനോ ഒക്കെ സാധ്യതയുണ്ട്. കാര്യവിജയം ഉണ്ടാകും. കാര്യങ്ങളിൽ പ്രവർത്തികളിലൊക്കെ വിജയം ഉണ്ടാകും. സൽകീർത്തി ഉണ്ടാകും. ചെയ്യുന്ന പ്രവർത്തികളിൽ നല്ല അത് കേൾക്കാനൊക്കെ ഇടവരും. സൽകീർത്തി ഉണ്ടാകും. ഇടവമാസത്തിൽ ധനക്ലേശങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി ചില ക്ലേശങ്ങൾ ഇടവമാസത്തിലുണ്ടാകും. കാര്യ തടസ്സങ്ങൾ ഉണ്ടാകും. ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്ത് കാര്യത്തിന് ചെന്നാലും അവിടെ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിഥുനമാസത്തിൽ പല കാര്യതടസ്സങ്ങളും മിഥുനമാസത്തിലും തുടർച്ചയായിട്ടുണ്ടാകും. അതുവഴി മനക്ലേശങ്ങളും ഇവർക്കുണ്ടാകും. കർക്കിടക മാസം ദുഃഖവും ധനനഷ്ടവും ഇവർക്കുണ്ടാവും. അപ്പോൾ കർക്കിടക മാസവും ദുഃഖങ്ങളും ധനനഷ്ടവും ഇവർക്ക് ഏൽക്കാനിടവരും. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസത്തെ പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവർ ദോഷശാന്തിക്കായിട്ട് ശാസ്താഭജനവും ശാസ്താവിന് ഭജനവും വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങൾ തീരാൻ നല്ലതാണ്. പുണർദം നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. പുണർദം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ, പുതുവർഷ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഓരോ മാസത്തിലും അനുഭവം വരുന്ന നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. ചിങ്ങമാസത്തിൽ പ്രശസ്തി ഉണ്ടാകും, ധനലബ്ധി ഉണ്ടാകും, മനസുഖമുണ്ടാകും. പല കാര്യങ്ങളിലും ഇവർക്ക് പ്രശസ്തി നേടാൻ സാധിക്കും. സൽകീർത്തി ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്നും നല്ലത് കേൾക്കാൻ ഇവർക്ക് ഇടവരും. അതുകൂടാതെ സ്ഥാനലബ്ധിയും പുതിയതായി ഉദ്യോഗം ലഭിക്കാനോ ഉദ്യോഗത്തിൽ പ്രമോഷൻ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. കന്നിമാസത്തിൽ ആരോഗ്യ സംബന്ധമായ ഹാനി ഉണ്ടാവും. ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ, ആരോഗ്യ അരിഷ്ടതകൾ ഉണ്ടാകാം. മാതൃജന ദുരിതമുണ്ടാവും. മാതൃജനങ്ങൾ, അതായത് അമ്മ വഴിയുള്ള മാതൃജനങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുലാമാസത്തിൽ രോഗശമനമില്ലായ്മ, മനക്ലേശം ഉണ്ടാകും. രോഗശമനം, അതായത് രോഗം ഉള്ളവർക്ക് രോഗത്തിന് ശമനമില്ലാത്ത അവസ്ഥ വരും. അതേപോലെ തന്നെ മനക്ലേശങ്ങളും ഉണ്ടാകും. ധനുമാസത്തിൽ വിദേശയോഗം പറയുന്നുണ്ട്. ധനുമാസത്തിൽ വിദേശത്ത് പോകാൻ സാധ്യതയുണ്ട്. വിദേശയോഗമുണ്ട്. ദാമ്പത്യ സുഖഹീനതയുണ്ടാകാം. ദാമ്പത്യപരമായിട്ടുള്ള ചില സുഖഹീനതകളും ഉണ്ടാകാം. മകരമാസത്തിൽ ദേഹാരിഷ്ടതകൾ ഉണ്ടാകാം. ആരോഗ്യമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അഗ്നിഭയം ഉണ്ടാകാം മകരമാസത്തിൽ, അഗ്നിഭയം. കുംഭമാസത്തിൽ അതേപോലെ തന്നെ അപകടഭയവും വാഹനഭയവും ഉണ്ടാകും. മീനമാസത്തിൽ സ്ഥാനമാനങ്ങൾ, ഉദ്യോഗലബ്ധി ഇവരെ തേടി വരും. സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഉദ്യോഗലബ്ധി ഉണ്ടാകും. പുതിയതായിട്ട് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജോലിയിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. മേടമാസത്തിൽ വസ്തുലാഭം ഉണ്ടാവും. മേടമാസത്തിൽ വസ്തുക്കളിൽ നിന്ന് ലാഭം ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. വാഹന ലാഭമുണ്ടാവും. വാഹനത്തിൽ നിന്ന് ലാഭമുണ്ടാകും, അല്ലെങ്കിൽ വാഹനം ഇതെല്ലാം വാങ്ങാനും സാധിക്കും. കാര്യവിജയങ്ങൾ ഉണ്ടാകും. കാര്യസംബന്ധമായ വിജയങ്ങൾ ഉണ്ടാകും. ഇടവമാസത്തിൽ ധനപരമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഇടവമാസത്തിൽ ധനപരമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, ധനനഷ്ടങ്ങൾ ഇതെല്ലാം ഇടവമാസത്തിൽ വന്നുകൂടും. കാര്യ തടസ്സങ്ങളും വരും. അതായത് പ്രവർത്തികളിൽ തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മിഥുനമാസത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ തൃപ്തിയില്ലായ്മയും മനക്ലേശവും ഉണ്ടാവും. മിഥുനമാസത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു തൃപ്തിയില്ലായ്മ, അതുകൂടാതെ മനക്ലേശം, ഇതെല്ലാം
ഈ മിഥുനമാസത്തിൽ ഉണ്ടാകും. കർക്കിടക മാസത്തിൽ ദുഃഖവാർത്ത കേൾക്കാൻ ഇടവരും. ദുഃഖവാർത്ത കേൾക്കാൻ ഇടവരും. ധനക്ലേശങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ധനനഷ്ടങ്ങൾ എന്നിവയും ഉണ്ടാകും. അപ്പോൾ പുതുവർഷത്തിൽ പുണർതം നക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തിലെ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. ദോഷശാന്തിക്കായി ശാസ്താവിനെ ഭജിക്കുന്നത് നല്ലതാണ്. നീരാഞ്ജനം സമർപ്പണം നല്ലതാണ്. പൂയം നക്ഷത്രക്കാരുടെ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഓരോ മാസത്തിലും വേർതിരിച്ച് അവർക്കുണ്ടാകുന്ന നക്ഷത്രഫലമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ചിങ്ങമാസത്തിൽ മനോവിഷമങ്ങളുണ്ടാകാം, മനോവ്യസനമുണ്ടാകാം, കലഹങ്ങളുണ്ടാകാം, കുടുംബ ക്ലേശങ്ങളും ഇവർക്ക് പൂയം നക്ഷത്രക്കാർക്കുണ്ടാകാം. കുടുംബ ക്ലേശങ്ങൾ ചിങ്ങമാസത്തിൽ. കന്നിമാസത്തിൽ രോഗത്തിന് ശാന്തി ഉണ്ടാകും, ഉദ്യോഗലബ്ധി ഉണ്ടാകും. ഇപ്പോൾ രോഗമുള്ള അവർക്കാണെങ്കിൽ രോഗത്തിന് ശാന്തി, അത് രോഗശമനം ഉണ്ടാകാം. ഉദ്യോഗലബ്ധി, അതായത് ജോലി കാത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉദ്യോഗം കാത്തിരിക്കുന്നവർക്കെല്ലാം ഉദ്യോഗലബ്ധി ഉണ്ടാകാനും സാധ്യതയുണ്ട്. തുലാമാസത്തിൽ അപകീർത്തി ഉണ്ടാകും, മാതൃജന ദുരിതം ഉണ്ടാകും. അപകീർത്തി, അതായത് ഇവർക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ കേൾക്കാനും ഇടവരും. വൃശ്ചിക മാസത്തിൽ ധനക്ലേശങ്ങൾ ഉണ്ടാകും, ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടാകും. ഉദരസംബന്ധമായ വയറിന് അസുഖം ഉണ്ടാകും, ഉദരസംബന്ധമായ വ്യാധി ഉണ്ടാകും. ധനുമാസത്തിൽ കേസുകളിൽ വിജയം ഉണ്ടാകും, ദേഹപുഷ്ടി ഉണ്ടാകും. അപ്പോൾ വ്യവഹാരങ്ങളിൽ, കേസുകളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിജയം ഉണ്ടാവും. പിന്നെ ശരീരത്തിന് ആരോഗ്യപരമായി വളരെയധികം ഗുണമുള്ള ഒരു സമയമായിരിക്കും ധനുമാസം. മകരമാസത്തിൽ യാത്രാ ദുരിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്ര പോകാനും അത് ദുരിതത്തിലാകാനുള്ള സാധ്യതയുണ്ട്. രോഗപീഠ ഉണ്ടാകാം, അതായത് എന്തെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ വന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം, തടസ്സങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുംഭമാസത്തിൽ അഗ്നിഭയം ഉണ്ടാകും, അഗ്നി സംബന്ധമായ ഭയമുണ്ടാകും. ആയുധ ഭയമുണ്ടാകും, പതന ഭയമുണ്ടാകും കുംഭമാസത്തിൽ. മീനമാസത്തിൽ അതേപോലെ തന്നെ വാഹന ഭയവും ആരോഗ്യക്ഷയവും ഉണ്ടാകും. മേടമാസത്തിൽ സൽക്കർമ്മസിദ്ധി ഉണ്ടാകും, പ്രശസ്തി ഉണ്ടാകും, കാര്യ വിജയം ഉണ്ടാകും മേടമാസത്തിൽ. ഇടവമാസത്തിൽ ഗ്രഹസുഖവർദ്ധനയുണ്ടാകും, ഗ്രഹത്തിൽ ഒരു ഗ്രഹപുഷ്ടി ഉണ്ടാകും. അവിടെ സുഖകരമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകും. പ്രശസ്തിയും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും ഇവർക്കുണ്ടാവും. പ്രശസ്തി ഉണ്ടാവും, ഉദ്ദിഷ്ടപരമായിട്ടുള്ള അവരെ വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കാനും സാധിക്കും. മിഥുനമാസത്തിൽ അധിക ചെലവുണ്ടാവും, അതായത് ദുർച്ചെലവോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കൂടുതൽ ചെലവ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നേത്ര സംബന്ധമായ രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട്, നേത്രരോഗങ്ങൾ ഉണ്ടാകും. പിന്നെ കർക്കിടക മാസത്തിൽ ദേഹാരിഷ്ടതകൾ ഉണ്ടാകാം, ആരോഗ്യത്തിന് ഒരു ഗുണമല്ലാത്ത ആരോഗ്യഹാനി ഉണ്ടാകാം. പിന്നെ മനക്ലേശം, മനവിഷമം, മനോവ്യസനം, ഇതെല്ലാം കർക്കിടക മാസത്തിലും ഉണ്ടാകാം. അപ്പോൾ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള നക്ഷത്രഫലമാണ് ഞാൻ പറഞ്ഞത്. ദോഷശാന്തിക്കായി വിഷ്ണു ഭജനം നടത്തുന്നതും വിഷ്ണു ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉചിതമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ആയില്യം നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. ആയില്യം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള പുതുവർഷത്തിലെ ഓരോ മാസത്തിലും ഉണ്ടാകുന്ന നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. ചിങ്ങമാസത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് മനക്ലേശമുണ്ടാവും, മനോവിഷമങ്ങളുണ്ടാവും, മനോവ്യസനങ്ങളുണ്ടാവും, കുടുംബ കലഹമുണ്ടാവും, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കന്നിമാസത്തിൽ രോഗമുക്തി കിട്ടും, ഉദ്യോഗലബ്ധി കിട്ടും. കന്നിമാസത്തിൽ രോഗമുള്ളവരാണെങ്കിൽ അവർക്ക് രോഗശാന്തി കിട്ടും. പിന്നെ ഉദ്യോഗത്തിന് കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗലബ്ധി കിട്ടാൻ സാധ്യതയുണ്ട്. തുലാമാസത്തിൽ അപവാദം കേൾക്കാൻ ഇടവരും, അപവാദം കേൾക്കാൻ
തുലാമാസത്തിൽ അപവാദം കേൾക്കാൻ ഇടവരും. അമ്മ വഴി ബന്ധുജന വിരോധം കേൾക്കാനും ഇടവരും. അമ്മ വഴിയുള്ള ബന്ധുജന വിരോധം കേൾക്കാനും ഇടവരും. വൃശ്ചിക മാസത്തിൽ പണസംബന്ധമായ ക്ലേശം, വയറിന് അസുഖം, പണസംബന്ധമായി ധനനഷ്ടം, അതേപോലെ തന്നെ ക്ലേശങ്ങൾ, പണത്തിന് ബുദ്ധിമുട്ട്, ഇതെല്ലാം വൃശ്ചിക മാസത്തിൽ ഉണ്ടാകും. വയറിന് അസുഖമുണ്ടാകാം. ധനുമാസത്തിൽ വ്യവഹാരങ്ങളിൽ വിജയം, ദേഹസുഖം ഉണ്ടാകും. ധനുമാസത്തിൽ കേസ്, കോടതിയിലുള്ള മറ്റ് തർക്കങ്ങൾ, ഇതിനെല്ലാം നേട്ടങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങൾ ഉണ്ടാകും. ദേഹത്തിന് ശരീരസുഖവും ഉണ്ടാകും. മകരമാസത്തിൽ യാത്രാ ദുരിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രാ ദുരിതം ഉണ്ടാകും. ആരോഗ്യഹാനിയും ഉണ്ടാകാം മകരമാസത്തിൽ. കുംഭമാസത്തിൽ ആയുധഭയം ഉണ്ടാകും. തീഭയ, അഗ്നിഭയം എന്നിവയും ഉണ്ടാകും. മീനമാസത്തിൽ വാഹനഭയവും ആരോഗ്യക്ഷയവും ഉണ്ടാകാം. മീനമാസത്തിൽ ആയുധഭയം, അതേപോലെ തന്നെ ആരോഗ്യക്ഷയം. മേടമാസത്തിൽ സൽകീർത്തി ഉണ്ടാകാം. മേടമാസത്തിൽ സൽകീർത്തി ഉണ്ടാകും. സ്ഥാനമാനലബ്ധി ഉണ്ടാകും. സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകാം. അത് പുതിയ നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സ്ഥാനലബ്ധിയിലേക്ക് പോകും. പ്രശസ്തിയും ഉണ്ടാകും മേടമാസത്തിൽ. ഇടവമാസത്തിൽ ഗ്രഹത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. ഗ്രഹത്തിൽ സമാധാനം ഉണ്ടാകും. പ്രശസ്തിയും കാര്യവിജയങ്ങളും ഇടവമാസത്തിൽ ഉണ്ടാകും. മേടമാസത്തിൽ സൽകീർത്തിയും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നത് പോലെ തന്നെ ഇടവമാസത്തിലും ഗ്രഹത്തിൽ സമാധാന അന്തരീക്ഷവും പ്രശസ്തിയും ഉണ്ടാവും. മിഥുനമാസത്തിൽ ധനച്ചെലവ് കൂടും. കണ്ണ് രോഗങ്ങൾ, നേത്ര രോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകും. കർക്കിടക മാസത്തിൽ ദേഹസുഖഹീനതയുണ്ടാകും. മനക്ലേശങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആയില്യ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസത്തിലെ നക്ഷത്രഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ദോഷശാന്തിക്കായി വിഷ്ണു ഭജനവും വഴിപാടും നടത്തുന്നത് നല്ലതാണ്. മകനക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള പുതുവർഷത്തെ ഓരോ മാസത്തെ ഫലങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ചിങ്ങമാസത്തിൽ ശാരീരികമായ വിഷമതകൾ ഇവർക്കുണ്ടാവും. ചിങ്ങമാസത്തിൽ ശാരീരിക വിഷമതകൾ ഉണ്ടാവും. മനക്ലേശങ്ങൾ ഇവർക്കുണ്ടാവും. മനക്ലേശമുണ്ടാകും. മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാകാം. കന്നിമാസത്തിൽ ധനക്ലേശങ്ങൾ ഉണ്ടാകും. ചിങ്ങമാസത്തിൽ ശാരീരിക വിഷമതകൾ ഉണ്ടാവും, മനക്ലേശങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ കന്നിമാസത്തിനും ധനക്ലേശങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ സ്വജന വിരോധമുണ്ടാകും. സ്വന്തം ആൾക്കാരിൽ നിന്ന് തന്നെ വിരോധങ്ങൾ കേൾക്കാനും ഇവർക്ക് ഈ മകനക്ഷത്രക്കാർക്ക് ഇടവരും. തുലാമാസത്തിൽ സൽകീർത്തി ഉണ്ടാവും. തുലാമാസത്തിൽ ഇവർക്ക് സ്ഥാനമാന ലബ്ധി ഉണ്ടാവും. കർമ്മലാഭം ഉണ്ടാവും. കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകും. ധനലാഭം ഉണ്ടാകും. സൽകീർത്തി, ധനലാഭം ഇതെല്ലാം തുലാമാസത്തിൽ വന്ന് സംഭവിക്കും. വൃശ്ചിക മാസത്തിൽ അപകീർത്തി കേൾക്കാൻ ഇടവരും. അതായത് നമുക്ക് നല്ലതല്ലാത്ത വാർത്ത കേൾക്കാനും നമുക്ക് അപകീർത്തി ഉണ്ടാവുന്ന കാര്യങ്ങളും വന്നു ചേരും. മാതൃജന ദുരിതങ്ങൾ ഉണ്ടാവും. മാതൃജന ക്ലേശങ്ങൾ ഉണ്ടാവും. ധനുമാസത്തിൽ നേത്രരോഗവും കാര്യ തടസ്സങ്ങളും ഉണ്ടാകും. ധനുമാസത്തിൽ നേത്രരോഗം ഉണ്ടാകും, കാര്യ തടസ്സം ഉണ്ടാകും. മകരമാസത്തിൽ ശത്രുജയം ഉണ്ടാകും, ധനലാഭം ഉണ്ടാകും. മകരമാസത്തിൽ. കുംഭമാസത്തിൽ വാഹന ഭയം ഉണ്ടാകും, ദാമ്പത്യ സുഖക്കുറവുണ്ടാകും. കുംഭമാസത്തിൽ. മീനമാസത്തിൽ ധനക്ലേശം ഉണ്ടാകും, ആയുധഭയം ഉണ്ടാവും, അഗ്നിഭയം ഉണ്ടാവും. മീനമാസത്തിൽ. മേടമാസത്തിൽ അപകടഭീതി ഉണ്ടാകും, മൃത്യുഭീതി ഉണ്ടാവും. മീനമാസത്തിൽ ധനക്ലേശം ഉണ്ടാവും, ആയുധഭയം ഉണ്ടാവും, അഗ്നിഭയം ഉണ്ടാവും. മേടമാസത്തിൽ അപകടഭീതി ഉണ്ടാവും, മൃത്യുഭീതി ഉണ്ടാവും. ഇടവമാസത്തിൽ ഉദ്യോഗലബ്ധി കിട്ടും. അതായത് ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടാൻ സാധ്യതയുണ്ട്. ഭൂമി ലാഭം ഉണ്ടാവും.
ഭൂമിയിൽ നിന്ന് ലാഭമുണ്ടാകും, അല്ലെങ്കിൽ പുതിയതായി ഭൂമി വാങ്ങാനൊക്കെ അവസരങ്ങൾ വരും ഇടവ മാസത്തിൽ. മിഥുന മാസത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകും. മിഥുന മാസത്തിൽ പല പദവികളും ഇവരെ തേടി വരും. കുടുംബത്തിൽ സുഖമുണ്ടാവും. കാര്യ വിജയങ്ങളും മിഥുന മാസത്തിൽ ഉണ്ടാകും. കർക്കിടക മാസത്തിൽ ധനനഷ്ടങ്ങൾ ഉണ്ടാകും, രോഗപീഠകൾ ഉണ്ടാകും, പതന ഭയം ഉണ്ടാകും കർക്കിടക മാസത്തിൽ. അപ്പം മകനക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസത്തെ പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ദോഷശാന്തിക്കായിട്ട്, ഇവരിക്കിടെ ദോഷത്തിൽ മാറുന്നതിന് വേണ്ടി ദോഷശാന്തിക്കായിട്ട് ശാസ്താപ്രീതിയും വിഷ്ണുപ്രീതിയും നേടുന്നത് നല്ലതാണ്. പൂരനക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തെ നക്ഷത്രഫലം ഞാൻ ഇവിടെ വിശദമായി പറയുന്നുണ്ട്. ചിങ്ങമാസത്തിൽ ഈ പൂരനക്ഷത്രക്കാർക്ക് ആരോഗ്യഹീനതയുണ്ടാകും, മനക്ലേശമുണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും ചിങ്ങമാസത്തിൽ. കന്നിമാസത്തിൽ ധനപരമായ ക്ലേശം ഉണ്ടാകും, കുടുംബജന ശത്രുതയുണ്ടാകും. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ തന്നെ വിരോധങ്ങളോ ശത്രുതയോ ഉണ്ടാകും കന്നിമാസത്തിൽ. തുലാമാസത്തിന് സ്ഥാനമാനലബ്ധി ഉണ്ടാവും, സൽകീർത്തി ഉണ്ടാവും, കർമ്മ പുരോഗതി ഉണ്ടാവും, കാര്യവിജയങ്ങൾ ഉണ്ടാകും തുലാമാസത്തിൽ. വൃശ്ചിക മാസത്തിൽ അപമാനം കേൾക്കാനിട വരും, അപമാനം ഉണ്ടാകും, മാതൃജനക്ലേശങ്ങൾ ഉണ്ടാവും. അതായത് അമ്മ വഴിയുള്ള ബന്ധുക്കൾക്കോ അതേപോലെയുള്ള ആൾക്കാർക്കോ മാതൃജനക്ലേശങ്ങൾ ഉണ്ടാകും. ധനുമാസത്തിൽ നേത്രരോഗവും കാര്യതടസ്സങ്ങളും ഉണ്ടാവും. മകരമാസത്തിൽ ശത്രുജയമുണ്ടാവും, ധനലാഭം ഉണ്ടാവും. ശത്രുക്കളെ ജയിക്കാൻ ഇടവരും, ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുംഭമാസത്തിൽ വാഹനപ്രീതി ഉണ്ടാകും, ദാമ്പത്യ പ്രശ്നങ്ങളും ഉണ്ടാകും കുംഭമാസത്തിൽ. മീനമാസത്തിൽ ധനനഷ്ടമുണ്ടാകും, അഗ്നിദോഷങ്ങളുണ്ടാകും, അഗ്നി സംബന്ധമായ അഗ്നിഭയം ഉണ്ടാകും, ആയുധഭയം ഉണ്ടാകും കുംഭമാസത്തിൽ വാഹനഭീതി, ദാമ്പത്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകും. അതുകൂടാതെ മീനമാസത്തിൽ ധനനഷ്ടവും അഗ്നിദോഷഭയവും ആയുധഭയവും ഉണ്ടാകും. മേടമാസത്തിൽ വാഹനഭയം, അതേപോലെ തന്നെ മേടമാസത്തിലും വാഹനഭയവും മൃത്യുഭയവും ഇവർക്കുണ്ടാകും. ഇടവമാസത്തിൽ സ്ഥാനലബ്ധി ഉണ്ടാകും, ഉദ്യോഗലബ്ധി ഉണ്ടാകും. ജോലി കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രമോഷൻ, സ്ഥാനലബ്ധി ഇതെല്ലാം ഇവർക്ക് ഇടവമാസത്തിൽ കിട്ടും. മിഥുനമാസത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാകും, ചെയ്യുന്ന പ്രവർത്തികളിൽ പുരോഗതി ഉണ്ടാകും, സ്ഥാനമാന ലബ്ധി ഉണ്ടാകും, കാര്യവിജയങ്ങളുണ്ടാകും, കുടുംബത്തിൽ സുഖം കിട്ടും. കുടുംബ സംബന്ധമായ ഗ്രഹസുഖം, ഗ്രഹപുഷ്ടി ഇവയുണ്ടാകും. കർക്കിടക മാസത്തിൽ ധനക്ലേശങ്ങൾ ഉണ്ടാകും, പീഡകൾ വന്നുകൂടും, പതനഭയവും ഇവർക്ക് ഉണ്ടാകും. ദോഷശാന്തിക്കായി ശാസ്താപ്രീതി നടത്തുന്നത് വളരെയധികം നല്ലതാണ്. ഉത്രനക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം. ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഉത്രനക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം ഓരോ മാസത്തിലെയും ഫലങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. ചിങ്ങമാസത്തിലെ ഉത്രനക്ഷത്രക്കാർക്ക് ധനനഷ്ടമുണ്ടാകും, സ്ഥാനചലനങ്ങൾ ഉണ്ടാകും, ധനനഷ്ടം ഉണ്ടാവും, സ്ഥാനചലനങ്ങൾ ഉണ്ടാവും. കന്യമാസത്തിൽ ദേഹാരിഷ്ടതകൾ ഉണ്ടാകും, മനക്ലേശങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തുലാമാസത്തിൽ കുടുംബജനവിരോധം ഉണ്ടാകും, കാര്യ തടസ്സങ്ങൾ വന്നു ചേരാം. വൃശ്ചിക മാസത്തിൽ ധൈര്യവും കർമ്മസിദ്ധിയും സൽകീർത്തിയും ഉണ്ടാവും. ഇവർക്ക് എന്ത് കാര്യം ചെയ്യാൻ ഒരു ധൈര്യം ഉണ്ടാവും, കർമ്മസിദ്ധി ഉണ്ടാവും, പ്രവൃത്തി വിജയവും ഉണ്ടാവും, കാര്യവിജയവും ഉണ്ടാവും, സൽകീർത്തിയും ഉണ്ടാവും. ധനുമാസത്തിൽ അപകീർത്തി കേൾക്കാനിട വരും, അപകീർത്തി ഉണ്ടാവും, മാതൃജന ദുരിതം ഉണ്ടാവും, അമ്മ വഴിയുള്ള മാതൃജന ദുരിതങ്ങളും ഉണ്ടാകാം. മകരമാസത്തിൽ സന്താന ക്ലേശങ്ങൾ ഉണ്ടാകും, നേത്രരോഗങ്ങൾ
ഇവർക്ക് വന്നു പിടിപെടാം. കുംഭമാസത്തിൽ വ്യവഹാരാദികളിൽ വിജയം, വിനോദയാത്ര എന്നിവയുണ്ടാവും. അതായത് വ്യവഹാരം, കേസ് അല്ലെങ്കിൽ തർക്കങ്ങൾ, ഇതിലെല്ലാം ഇവർക്ക് വിജയം ഉണ്ടാവും, വ്യവഹാര വിജയം ഉണ്ടാവും. വിനോദയാത്രക്ക് പോകാൻ ഇടവരും, വിനോദയാത്ര പോവും. മീനമാസത്തിൽ യാത്രാക്ലേശം ഉണ്ടാകും, ദേഹസുഖക്കുറവുണ്ടാകും. മേടമാസത്തിൽ ആയുധഭയം ഉണ്ടാവും, പതനഭയം ഉണ്ടാവും. മേടമാസത്തിൽ ആയുധഭയം, പതനഭയം ഉണ്ടാവും. ഇടവമാസത്തിൽ പലവിധത്തിലുള്ള ആപത്തുകളെ ഓർത്ത് മനസ്സ് വിഷമിക്കാനും ഇടവരും. മിഥുനമാസത്തിൽ ഉദ്യോഗലബ്ധി കിട്ടുന്നവർക്ക് ഉദ്യോഗ സംബന്ധമായ കീർത്തി കിട്ടും, അല്ലെങ്കിൽ ഉദ്യോഗ ലബ്ധി കിട്ടും, പ്രമോഷൻ കിട്ടും, അല്ലെങ്കിൽ ജോലി കാത്തിരിക്കുന്നവർക്ക് ജോലി കിട്ടാനും സാധ്യതയുണ്ട്. അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാവും, അതായത് വിചാരിച്ച പല കാര്യങ്ങളും നടക്കാനും സാധ്യതയുണ്ട് മിഥുനമാസത്തിൽ. കർക്കിടക മാസത്തിൽ വാഹന ലാഭം ഉണ്ടാവും, അതായത് വാഹനം വാങ്ങാൻ സാധിക്കുകയോ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാവുകയോ ചെയ്യും. കർമ്മപുഷ്ടി ഉണ്ടാകും, പ്രവൃത്തി വിജയങ്ങൾ ഉണ്ടാകും, കാര്യവിജയങ്ങൾ ഉണ്ടാകും. സൽകീർത്തി കേൾക്കാനും ഇവർക്ക് ഇടവരും. ഉത്തര നക്ഷത്രക്കാരുടെ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഓരോ മാസത്തിലെ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ദോഷശാന്തിക്കായി ശാസ്താപ്രീതിയും വിഷ്ണുപ്രീതിയും വഴിപാടുകളും നടത്തുന്നത് വളരെ നല്ലതാണ്. അത്തം നക്ഷത്രം 2021 പുതുവർഷത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തിലെയും നക്ഷത്രഫലം ഓരോ കാര്യങ്ങൾ സഹിതം വിശദീകരിച്ച് ഞാനിവിടെ പറയുന്നുണ്ട്. ചിങ്ങമാസത്തിൽ ധനക്ലേശങ്ങളും സ്ഥാനനാശങ്ങളും ഇവർക്കുണ്ടാവും. കന്നിമാസത്തിൽ ആരോഗ്യഹാനി ഉണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, മനോവിഷമങ്ങൾ കേൾക്കാനും ഇടവരും. തുലാമാസത്തിൽ കുടുംബജന ശത്രുതയുണ്ടാവും, കുടുംബത്തിലെ തന്നെ ജനങ്ങളുടെ ശത്രുത ഉണ്ടാവും, കാര്യ തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൃശ്ചിക മാസത്തിൽ വീറും വാശിയും ഉണ്ടാവും, ഇവർക്ക് നല്ലൊരു എനർജി കിട്ടും. വൃശ്ചിക മാസത്തിൽ വീറും വാശിയും ഉണ്ടാകും, കർമ്മ വിജയം ഉണ്ടാവും, ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയമുണ്ടാവും, അതുവഴി സൽകീർത്തിയും ഇവർക്കുണ്ടാവും, സൽകീർത്തി ഉണ്ടാകാം. ധനുമാസത്തിൽ അപവാദങ്ങൾ കേൾക്കാൻ ഇടവരും, അപവാദങ്ങൾ കേൾക്കും, മാതൃദുരിതമുണ്ടാവും, അമ്മക്ക് അസുഖങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനുമാസത്തിൽ. മകരമാസത്തിൽ സന്താന സുഖഹീനതയുണ്ടാകും, സന്താനങ്ങളിൽ നിന്ന് നമുക്ക് നല്ല ഒരു ഇത് കിട്ടില്ല, അതായത് സന്താനങ്ങളിൽ നിന്ന് നമുക്കൊരു നല്ല ആശ്വാസം കിട്ടില്ല. സന്താന ദോഷങ്ങൾ അല്ലെങ്കിൽ സുഖഹീനതകൾ ഇതെല്ലാം ഉണ്ടാകും, നേത്ര രോഗങ്ങളും ഉണ്ടാകും. കുംഭമാസത്തിൽ കേസുകളിൽ വിജയമുണ്ടാകും, വിനോദയാത്ര പോകാൻ ഇടവരും. കുംഭമാസത്തിൽ വ്യവഹാരങ്ങളിൽ, കേസുകളിൽ, തർക്കങ്ങളിലെല്ലാം വിജയങ്ങൾ ഉണ്ടാകും, വിനോദയാത്ര പോകാൻ ഇടവരും. മീനമാസത്തിൽ യാത്രാക്ലേശമുണ്ടാവും, മീനമാസത്തിൽ യാത്രാക്ലേശങ്ങൾ ഉണ്ടാകും, ദേഹ അരിഷ്ടതകൾ ഉണ്ടാകും, അതായത് ശരീരത്തിന് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മേടമാസത്തിൽ അപകട ഭയം ഉണ്ടാകാം, മേടമാസത്തിൽ അപകട ഭയം ഉണ്ടാവും, ആയുധ ഭയം ഉണ്ടാവും. ഇടവമാസത്തിൽ ആപത്ത്, ഭയം, കാര്യതടസ്സം എന്നിവയും ഉണ്ടാകാം ഇടവമാസത്തിൽ. മിഥുനമാസത്തിൽ ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാവും, മിഥുനമാസത്തിൽ ഇവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഇവർക്ക് നേടാനായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും, ഉദ്യോഗ ലബ്ധി ഉണ്ടാകും, അതുകൂടാതെ ഉദ്യോഗലബ്ധി ഉണ്ടാകും, ഉദ്യോഗപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകും. കർക്കിടക മാസത്തിൽ വാഹന ലാഭം ഉണ്ടാകാം, വാഹന സംബന്ധമായ ലാഭമുണ്ടാകും, കർമ്മപുഷ്ടി ഉണ്ടാകും, സൽകീർത്തി ഉണ്ടാകും. നല്ല പ്രവർത്തികളിൽ കൂടി ഇവർക്ക് സൽകീർത്തി കിട്ടാനും കർക്കിടക മാസത്തിൽ സാധിക്കും. അപ്പം ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ പുതുവർഷ 1221 ആണ്ട് മലയാള മാസ പുതുവർഷ അത്തം നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ദോഷശാന്തിക്കായിട്ട് ശാസ്താപ്രീതിയും
വിഷ്ണുപ്രീതിയും അതിനുള്ള വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കുക. ചിത്തിര നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലം. ഇവരുടെ ചിത്തിര നക്ഷത്രക്കാരുടെ ചിങ്ങമാസം മുതൽ കർക്കടക മാസം വരെയുള്ള ഓരോ മാസത്തിലും വരുന്ന നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത്. ചിങ്ങമാസത്തിൽ ഇവർക്ക് ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. അവർ വിചാരിച്ച പല കാര്യങ്ങളും ഇവർക്ക് നേടാനായിട്ട് സാധിക്കും. കർമ്മ വിജയം ഉണ്ടാകും, പ്രവൃത്തി ഗുണം ഉണ്ടാകും, പ്രവൃത്തി വിജയങ്ങൾ ഇവർക്കുണ്ടാകും. കന്നിമാസത്തിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകും, നേത്ര രോഗങ്ങൾ ഉണ്ടാകും. അതായത് സ്ഥാനങ്ങൾ ഉള്ള സ്ഥാനത്ത് നിന്ന് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറി വേറെ ചില കാര്യങ്ങളുണ്ടാകും, സ്ഥാനചലനങ്ങളുണ്ടാകും, നേത്ര രോഗങ്ങളും ഉണ്ടാകും. തുലാമാസത്തിൽ ദേഹാസ്വസ്ഥ്യമുണ്ടാകും, ദേഹത്തിന് ഒരു പുഷ്ടിയില്ലായ്മയുണ്ടാകും, ആരോഗ്യത്തിന് ഒരു സുഖമില്ലായ്മയുണ്ടാകും, മനക്ലേശങ്ങളും ഉണ്ടാകാം. വൃശ്ചിക മാസത്തിൽ കുടുംബകലഹം ഉണ്ടാകും, സ്വജന വിരോധമുണ്ടാകും, ധനക്ലേശങ്ങളും ഉണ്ടാകും. വൃശ്ചിക മാസത്തിൽ ധനുമാസത്തിൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകും, മനസുഖവും ഉണ്ടാകും. അഭീഷ്ടസിദ്ധിയും മനസുഖവും ഈ ധനുമാസത്തിൽ ഉണ്ടാകും. വിചാരിച്ച പല കാര്യങ്ങളും നേടാനും ഈ ധനുമാസത്തിൽ ഇവർക്ക് സാധിച്ചെന്ന് വരും. മകരമാസത്തിൽ അപകീർത്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകീർത്തി ഉണ്ടാകും, മാതൃജന ക്ലേശങ്ങളുണ്ടാകും, അമ്മ വഴിയുള്ള ജനങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാകും, അപകീർത്തി കേൾക്കാനും മകരമാസത്തിൽ സാധ്യതയുണ്ട്. കുംഭമാസത്തിൽ അതേപോലെ തന്നെ മനോദുഃഖങ്ങളുണ്ടാകും, ഉദര രോഗങ്ങളും കുംഭമാസത്തിൽ ഉണ്ടാകും. മീനമാസത്തിൽ ധനലാഭം ഉണ്ടാകും, വ്യവഹാര വിജയം ഉണ്ടാകും, മത്സരങ്ങളിൽ വിജയം ഉണ്ടാകും. മീനമാസത്തിൽ അതായത് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും, വ്യവഹാരം അതായത് കേസുകൾ, തർക്കങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാവും, മത്സര വിജയം ഉണ്ടാവും. ഏത് മത്സരത്തിൽ ഏർപ്പെട്ടാലും അവിടെ ഒരു മത്സര വിജയമൊക്കെ ഉണ്ടാവും. മേടമാസത്തിൽ യാത്രാക്ലേശം ഉണ്ടാവും. മേടമാസത്തിൽ യാത്രാക്ലേശങ്ങളുണ്ടാവും, ഉദര രോഗങ്ങൾ ഉണ്ടാകാനും മേടമാസത്തിൽ ഉദരരോഗങ്ങളും അതേപോലെ തന്നെ ദാമ്പത്യ സുഖ കുറവും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇടവ മാസത്തിൽ കാര്യതടസ്സങ്ങളും വയറ് സംബന്ധമായ ഉദര സംബന്ധമായ രോഗങ്ങളും ഈ ഇടവ മാസത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിഥുന മാസത്തിൽ പതന ഭയം, അപകട ഭയം, നേത്ര രോഗം ഇതെല്ലാം മിഥുന മാസത്തിൽ വന്നു ചേരും. കർക്കിടക മാസത്തിൽ കർമ്മഗുണമുണ്ടാവും, കാര്യസിദ്ധി ഉണ്ടാവും. അപ്പോൾ വർഷം അവസാനം കർക്കിടക മാസത്തിൽ കർമ്മഗുണം ഉണ്ടാവും, പ്രവൃത്തി ഗുണം ഉണ്ടാവും, ചെയ്യുന്ന പ്രവൃത്തികളുടെ ഗുണം കിട്ടും, കാര്യസിദ്ധി ഉണ്ടാകും, പല കാര്യങ്ങളും നേടാനും സാധിക്കും. അപ്പോൾ ചിത്തിര നക്ഷത്രക്കാരുടെ ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിത് പറയുന്നത്. ദോഷശാന്തിക്കായി വ്യാഴാഴ്ച വ്രതവും വിഷ്ണുപ്രീതിയും നേടുന്നത് വളരെയധികം നല്ലതാണ്. ചോദ്യ നക്ഷത്രക്കാരുടെ പുതുവർഷത്തിൽ ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തിലെയും നക്ഷത്രഫലം വിശദമായി ഞാനിവിടെ പറയുന്നുണ്ട്. ഓരോ മാസത്തിലും ഇന്നിന്ന കാര്യങ്ങൾ വരാം. ചിങ്ങമാസത്തിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാവും, കർമ്മലാഭം ഉണ്ടാവും. ഇവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഉദ്ദിഷ്ടം, അതായത് ഇവർ വിചാരിക്കുന്ന, അതായത് വർഷങ്ങളായി അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങൾ വിജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കർമ്മലാഭം, ചെയ്യുന്ന പ്രവൃത്തികളിൽ ലാഭം ഉണ്ടാവും, അവിടെ പുഷ്ടിയുണ്ടാവും, കർമ്മ വിജയം ഉണ്ടാവും, കാര്യവിജയങ്ങളും ചിങ്ങമാസത്തിലുണ്ടാകും. കന്നിമാസത്തിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകാം. സ്ഥാനങ്ങൾ, അതായത് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ചില മാറ്റങ്ങൾ അവിടെ ഉണ്ടാകാം, സ്ഥാനചലനം ഉണ്ടാകാം, നേത്രരോഗം ഉണ്ടാകാം, കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാം, ധനപരമായ നഷ്ടങ്ങളും വന്നു ചേരും. തുലാമാസത്തിൽ ദേഹാസ്വസ്ഥ്യം ഉണ്ടാകും, ദേഹത്തിന് സുഖഹീനതയുണ്ടാകും, മനക്ലേശം ഉണ്ടാകും, മനസ്സിന് മനോവിഷമങ്ങൾ കേൾക്കാനിടവരും, മനോവിഷമമുണ്ടാകും, കാര്യതടസ്സങ്ങളും ഉണ്ടാകും. വൃശ്ചിക മാസത്തിൽ കുടുംബകലഹം ഉണ്ടാകും. വൃശ്ചിക മാസത്തിൽ
കുടുംബ സംബന്ധമായ കലഹം ഉണ്ടാവും. ധനക്ലേശങ്ങളും വന്നു ചേരും. ധനുമാസത്തിൽ ഉദ്യോഗലബ്ധി ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. ഉദ്യോഗം, അതായത് ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടും. ഇനി ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. ഐശ്വര്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുടുംബത്തിൽ വന്നു ചേരും. മകരമാസത്തിൽ അപകീർത്തി കേൾക്കാൻ ഇടവരും. അപകീർത്തി സംബന്ധമായ കാര്യം കേൾക്കാൻ ഇടവരും. മാതൃജന അരിഷ്ടതകൾ ഉണ്ടാകും. മാതൃത്വം അമ്മ വഴിയുള്ള ജനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകും. കുംഭമാസത്തിൽ മനോദുഃഖമുണ്ടാകും, ഉദരരോഗമുണ്ടാകും. കുംഭമാസത്തിൽ മനോദുഃഖം ഉണ്ടാകും, ഉദരരോഗം ഉണ്ടാകും. മീനമാസത്തിന് ധനലാഭം ഉണ്ടാകാം. മീനമാസത്തിൽ ധനലാഭം ഉണ്ടാകും. വ്യവഹാരാദികളിൽ വിജയം ഉണ്ടാകും, മത്സര വിജയം ഉണ്ടാകും മീനമാസത്തിൽ. അതായത് വ്യവഹാരം എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ, കോടതിയിലുള്ള കേസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിജയം, മത്സരങ്ങളിൽ വിജയം, ഇതെല്ലാം ഈ മീനമാസത്തിൽ വന്നു ചേരും. മീനം കഴിഞ്ഞ് മേടമാസം യാത്രാക്ലേശം ഉണ്ടാവും. യാത്ര പോകുകയാണെങ്കിൽ ആ ക്ലേശം ഉണ്ടാവും, യാത്രാക്ലേശം ഉണ്ടാവും. ദാമ്പത്യ സുഖക്കുറവുണ്ടാവും, ദാമ്പത്യപരമായിട്ട് സുഖക്കുറവുണ്ടാവും. ഇടവമാസത്തിൽ ഉദരവ്യാധി ഉണ്ടാവും, ഉദര സംബന്ധമായ രോഗങ്ങൾ വന്നുപെടാം. ഉദരവ്യാധി ഉണ്ടാവും. കാര്യവിഘ്നങ്ങൾ ഉണ്ടാവും, കാര്യതടസ്സങ്ങൾ ഉണ്ടാവും, പ്രവൃത്തികളിൽ ദോഷങ്ങൾ ഉണ്ടാവും. മിഥുനമാസത്തിൽ പതന ഭയം ഉണ്ടാവും. പതനം അതായത് അപകടത്തിൽപ്പെടുവോ അല്ലെങ്കിൽ ഞാൻ ആകെ ഇങ്ങനെ വീണു പോവുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു പതന ഭയം ഉണ്ടാവും. നേത്ര രോഗങ്ങളും വന്നു പിടിപെടാം, നേത്രരോഗം. കർക്കിടക മാസത്തിൽ കർമ്മ ഗുണം ഉണ്ടാവും. അതായത് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഗുണമുണ്ടാകും, ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും, കാര്യസിദ്ധി ഉണ്ടാവും, കാര്യവിജയങ്ങൾ ഉണ്ടാവും കർക്കിടക മാസത്തിൽ. അപ്പോൾ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ചോദ്യ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ദോഷശാന്തിക്കായിട്ട് വിഷ്ണു അർച്ചനയും വ്യാഴാഴ്ച വ്രതവും എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. വിശാഖം നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. വിശാഖം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തിലെ പുതുവർഷ ഫലം ഞാൻ വിശദമായി ഇവിടെ ഓരോ മാസത്തിലും ഉണ്ടാവുന്ന ഫലം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ചിങ്ങമാസത്തിൽ ഉദ്ദേശിച്ച കാര്യം നടക്കും. വിശാഖം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ ഉദ്ദേശിച്ച കാര്യം നടക്കും, കാര്യവിജയങ്ങൾ ഉണ്ടാവും, ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയം ഉണ്ടാവും, മനസ്സുഖം കിട്ടും. കന്നിമാസത്തിൽ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകും, ധനക്ലേശങ്ങളുണ്ടാകും, രോഗം, ദുരിതം എന്നിവയുണ്ടാകും. കന്നിമാസത്തിൽ സ്ഥാനമാറ്റങ്ങളും ധനക്ലേശങ്ങളും ധനനഷ്ടങ്ങളും എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുലാമാസത്തിൽ ദേഹാരിഷ്ടത, മനക്ലേശം, കാര്യതടസ്സം എന്നിവ ഉണ്ടാവും തുലാമാസത്തിൽ. വൃശ്ചിക മാസത്തിൽ കുടുംബ സ്വസ്ഥത കുറവുണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകും തുലാമാസത്തിൽ ദേഹാരിഷ്ടത, മനക്ലേശം, കാര്യതടസ്സം. വൃശ്ചിക മാസത്തിൽ കുടുംബ സ്വസ്ഥതക്കുറവ്, സാമ്പത്തികമായ നഷ്ടങ്ങൾ, ഇതെല്ലാം വൃശ്ചിക മാസത്തിൽ ഉണ്ടാവും. ധനുമാസത്തിൽ ഉദ്യോഗലബ്ധിയുണ്ട്. ധനുമാസത്തിൽ ഉദ്യോഗലബ്ധി കിട്ടും, ഐശ്വര്യമുണ്ടാവും. അതായത് ജോലി കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടാൻ സാധ്യതയുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്നവർക്കൊക്കെ പ്രമോഷനോ അതേപോലെയുള്ള നേട്ടങ്ങളോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഐശ്വര്യം ഉണ്ടാകും, മനസ്സുഖം ഉണ്ടാകും, കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. മകരമാസത്തിൽ അപവാദങ്ങൾ കേൾക്കാനിടവരും. സ്വജന വിരോധം ഉണ്ടാകാം. സ്വജനങ്ങളുമായി തർക്കമോ അല്ലെങ്കിൽ അവർ തമ്മിൽ ശത്രുതയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മകരമാസത്തിൽ അപവാദവും ഒക്കെ കേൾക്കാനിടവരും. കുംഭമാസത്തിൽ മനക്ലേശവും ഉദരരോഗവും ഉണ്ടാവും. കുംഭത്തിൽ ഉദര രോഗം ഉണ്ടാവും, മനക്ലേശം ഉണ്ടാവും. മീനമാസത്തിൽ ധനനേട്ടം ഉണ്ടാവും, കേസുകളിൽ വിജയം ഉണ്ടാവും, കാര്യവിജയങ്ങളും ഉണ്ടാകും. മീനമാസത്തിൽ ധനനേട്ടം, ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും, കേസുകൾ, വ്യവഹാരങ്ങൾ, ഇവയിലെല്ലാം വിജയം ഉണ്ടാവും, മത്സരങ്ങളിൽ വിജയം ഉണ്ടാവും,
കാര്യ തടസ്സങ്ങൾ നീങ്ങി കാര്യവിജയവും ഉണ്ടാവും. മേടമാസത്തിൽ യാത്രാ ദുരിതം ഉണ്ടാവും. യാത്ര സംബന്ധമായ ദുരിതം ഉണ്ടാവും. ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങളും ഉണ്ടാകും. ഇടവമാസത്തിൽ ഉദരവ്യാധി ഉണ്ടാവും. അതായത് ഉദരരോഗം ഉണ്ടാകാം. കാര്യവിജയവും ഉണ്ടാവും. കാര്യങ്ങളിൽ വിജയവും ഉണ്ടാവും. മിഥുനമാസത്തിൽ അപകട ഭയം ഉണ്ടാകാം. മിഥുനമാസത്തിൽ അപകട ഭയം ഉണ്ടാകാം. നേത്ര രോഗങ്ങൾ വന്ന് പിടിപെടാം മിഥുനമാസത്തിൽ. കർക്കിടക മാസത്തിൽ കർമ്മഗുണം, കർമ്മപുഷ്ടി, കാര്യങ്ങളിൽ വിജയം, ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയം, കർമ്മങ്ങളുടെ ഗുണം കിട്ടും. ഇതെല്ലാം ഈ കർക്കിടക മാസത്തിൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ വിശാഖ നക്ഷത്രക്കാരുടെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ദോഷശാന്തിക്കായി വിഷ്ണു സഹസ്ര അർച്ചനയും വിഷ്ണു പ്രീതിയും നടത്തുന്നത് വളരെയധികം നല്ലതാണ്. അത് അനിഴ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള 12 മാസത്തെ ഓരോ മാസത്തിലും ഉണ്ടാവുന്ന നക്ഷത്രഫലമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ചിങ്ങമാസത്തിൽ സൽക്കർമ്മ വിജയം ഉണ്ടാവും. സൽകീർത്തിയും ഉണ്ടാവും. അനിഴ നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ വളരെ നല്ലതാണ്. സൽക്കർമ്മ വിജയം ഉണ്ടാവും. അതുകൂടാതെ കീർത്തിയും ഉണ്ടാവും. കന്നിമാസത്തിൽ ഉദ്യോഗ പുരോഗതി ഉണ്ടാവും. വ്യവഹാര വിജയം ഉണ്ടാവും. കന്നിമാസത്തിൽ ഇവർക്ക് ഉദ്യോഗ ലബ്ധി അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ പുരോഗതി അല്ലെങ്കിൽ പ്രമോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കന്നിമാസത്തിൽ നടക്കും. വ്യാപാര വിജയം, വ്യവഹാരങ്ങളിലും വ്യാപാരങ്ങളിലും ഇവർക്ക് വിജയം ഉണ്ടാവും. തുലാമാസത്തിൽ ധനനഷ്ടമുണ്ടാകും. രോഗദുരിതങ്ങൾ ഉണ്ടാവും. തുലാമാസത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. വൃശ്ചിക മാസത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. ദുഃഖങ്ങളും ഉണ്ടാകും. വൃശ്ചിക മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ദുഃഖമുണ്ടാകും. ധനുമാസത്തിൽ ധനച്ചെലവ് കൂടും. അകാരണമായ ഭയം മനസ്സിലെപ്പോഴും ഉണ്ടായിന്ന് വരും ധനുമാസത്തിൽ. മകരമാസത്തിൽ സൽകീർത്തിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. മകരമാസത്തിൽ സൽകീർത്തി ഉണ്ടാകും. സാമ്പത്തികപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. കുംഭമാസത്തിൽ സുഖക്കുറവുണ്ടാകും. സ്വജന വിരോധമുണ്ടാകും കുംഭമാസത്തിൽ. മീനമാസത്തിൽ നേത്രരോഗങ്ങളും സന്താന ദുരിതങ്ങളും ഉണ്ടാകും മീനമാസത്തിൽ. മേടമാസത്തിൽ വിജയങ്ങളും രോഗശാന്തിയും കാര്യവിജയങ്ങളും ഉണ്ടാകും മീനമാസത്തിൽ. മേടമാസത്തിൽ വിജയമുണ്ടാകും. രോഗശാന്തി ഉണ്ടാകും. കാര്യവിജയങ്ങൾ ഉണ്ടാകും മേടമാസത്തിൽ. ഇടവമാസത്തിൽ യാത്രാക്ലേശങ്ങൾ, ദുരിതങ്ങൾ എന്നിവ വന്ന് സംഭവിക്കാം. മിഥുനമാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആരോഗ്യ സുഖഹീനതയുണ്ടാകും. ദേഹാരിഷ്ടതകൾ ഉണ്ടാകും. അപകടങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് മിഥുനമാസത്തിൽ. കർക്കിടക മാസത്തിൽ മനക്ലേശം, ഗുരുജന വിരോധം, ദേഹാസ്വസ്ഥ്യം എന്നിവയും കർക്കിടക മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പനിഴം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ ഓരോ മാസത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ദോഷശാന്തിക്കായിട്ട് വിഷ്ണു പ്രീതിയും അതുപോലെയുള്ള വഴിപാടുകളും നടത്തുന്നത് വളരെ നല്ലതാണ്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഇവരുടെ ചിങ്ങമാസം മുതൽ കർക്കിടകം വരെ, പുതുവർഷത്തിലെ ചിങ്ങമാസം മുതൽ കർക്കിടകം മാസം വരെയുള്ള ഓരോ മാസത്തിലെയും വർഷഫലം, നക്ഷത്രഫലമാണ് ഞാനിത് പറയുന്നത്. ചിങ്ങമാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കർമ്മനേട്ടമുണ്ടാവും. കീർത്തിയും ഉണ്ടാവും. ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയം ഉണ്ടാവും. കർമ്മപരമായ പുരോഗതിയും ഇവർക്കുണ്ടാവും. കന്നിമാസത്തിൽ ഉദ്യോഗ കയറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ പ്രമോഷൻ ഉണ്ടാകാം. അതുപോലെ ഉദ്യോഗ കയറ്റം, പ്രമോഷൻ, പിന്നെ അതുകൂടാതെ പലവിധത്തിലുള്ള ഉദ്യോഗപരമായിട്ടുള്ള നേട്ടങ്ങൾ, വ്യാപാര വിജയം, കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്കോ മറ്റുള്ളവർക്കോ ഒക്കെ വ്യാപാര വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുലാമാസത്തിൽ ധനക്ലേശം ഉണ്ടാകും. രോഗാദി ദുരിതങ്ങളും ഇവർക്കുണ്ടാകും തുലാമാസത്തിൽ. വൃശ്ചിക മാസത്തിൽ ആരോഗ്യഹീനതയുണ്ടാകും. ദുഃഖങ്ങളും ഉണ്ടാകാം.
ധനുമാസത്തിൽ ധനച്ചെലവ് കൂടും, പരാജയ ഭീതി ഉണ്ടാകും ധനുമാസത്തിൽ. മകരമാസത്തിൽ കർമ്മസിദ്ധി ഉണ്ടാകും, സൽകീർത്തി ഉണ്ടാകും, ധനപരമായ നേട്ടങ്ങളും മകരമാസത്തിൽ വന്നു ചേരും. കുംഭമാസത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, മാതൃജന ദുരിതം ഉണ്ടാകും. കുംഭമാസത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, മാതൃജന ദുരിതങ്ങൾ ഉണ്ടാകാം. മീനമാസത്തിൽ രോഗം, സന്താനക്ലേശം എന്നിവ ഇവർക്ക് വരാം. മേടമാസത്തിൽ കാര്യവിജയവും രോഗശാന്തിയും ധനനേട്ടങ്ങളും ഉണ്ടാവും. മേടമാസത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം, കർമ്മ പുരോഗതി, പ്രവൃത്തി ഗുണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് സംഭവിക്കും. പിന്നെ രോഗമുള്ളവർക്കാണെങ്കിൽ രോഗശാന്തി ഉണ്ടാകും, ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകാം മേടമാസത്തിൽ. ഇടവമാസത്തിൽ യാത്രാ ദുരിതം, യാത്ര പോകുമ്പോൾ അത് ചില ദുരിതങ്ങൾ ഉണ്ടാക്കും. അതുകൂടാതെ മനക്ലേശങ്ങളും ഉണ്ടാകും. മിഥുനമാസത്തിൽ ആരോഗ്യഹീനതയുണ്ടാകും, അത് ശരീരത്തിന് നല്ല സുഖമില്ലാത്ത അവസ്ഥ ഉണ്ടാകും, ആരോഗ്യ അരിഷ്ടതകൾ ഉണ്ടാകും. പിന്നെ അപകടങ്ങൾ ഉണ്ടാകാം, അപകടങ്ങളും ഉണ്ടായെന്ന് വരും. കർക്കിടക മാസത്തിൽ മനപ്രയാസം ഉണ്ടാകും, ഗുരുജന വിരോധം, ദേഹാരിഷ്ഠിത, ഇതെല്ലാം കർക്കിടക മാസത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള നക്ഷത്ര ഫലമാണ് ഇവിടെ പറഞ്ഞത്. ദോഷശാന്തിക്കായി വിഷ്ണുപ്രീതിയും വിഷ്ണുഭജനവും നടത്തുന്നത് വളരെയധികം നല്ലതാണ്. മൂലം നക്ഷത്രത്തിന്റെ കാര്യമാണ് പറയുന്നത്. മൂലം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ, പുതുവർഷത്തിൽ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഓരോ മാസത്തിലും വരാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ചിങ്ങമാസത്തിൽ ആപത്തുകൾ, ഗുരുജന വിരോധം എന്നിവ, ഗുരുജന വിയോഗം എന്നിവ ഉണ്ടാകും. ആപത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗുരുജനങ്ങളുടെ വിയോഗം ഉണ്ടാകും, അല്ലെങ്കിൽ ഗുരുജനങ്ങളുമായി വിരോധത്തിലും വരാം. കന്നിമാസത്തിൽ ഉദ്യോഗ നേട്ടമുണ്ടാകും. കന്നിമാസത്തിൽ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നടക്കും, ഉദ്യോഗപരമായ നേട്ടങ്ങളുണ്ടാകും, ധനനേട്ടങ്ങളുണ്ടാകും, കീർത്തിയുണ്ടാകും. ഇവർക്ക് കാര്യവിജയങ്ങളും വന്നു ചേരും. തുലാമാസത്തിൽ വസ്തുലാഭം ഉണ്ടാവും, പ്രമോഷൻ കിട്ടും, കാര്യസിദ്ധി ഉണ്ടാവും. വസ്തുക്കളിൽ നിന്ന് ലാഭമുണ്ടാവും, പ്രമോഷൻ, അതായത് ജോലിയിൽ സ്ഥാനക്കയറ്റം, ജോലിയിൽ മാറ്റങ്ങൾ, ഇതെല്ലാം ഉണ്ടാകും. കാര്യസിദ്ധി ഉണ്ടാവും, കാര്യസംബന്ധമായ സിദ്ധി ഉണ്ടാകും. വൃശ്ചിക മാസത്തിൽ ധനക്ലേശങ്ങൾ ഉണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. വൃശ്ചിക മാസത്തിൽ ധനക്ലേശം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം. ധനുമാസത്തിൽ ശരീരക്ലേശങ്ങൾ ഉണ്ടാകും. ധനുമാസത്തിൽ ശരീരക്ലേശങ്ങൾ, മനോവ്യസനം എന്നിവ ധനുമാസത്തിൽ വന്നു ചേരും. മകരമാസത്തിൽ കുടുംബത്തിൽ ചില അരിഷ്ടതകൾ ഉണ്ടാവും, കുടുംബ കലഹം ഉണ്ടാവും, ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങളും മകരമാസത്തിൽ വന്നു ചേരും. കുംഭമാസത്തിൽ പ്രശസ്തിയും ധനനേട്ടവും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവും കുംഭമാസത്തിൽ. മീനമാസത്തിൽ അമ്മ വഴിയുള്ള ജനങ്ങൾക്ക് ദുരിതമുണ്ടാകും, ബന്ധുജനങ്ങളുമായിട്ടുള്ള വിരോധവും ഉണ്ടാകും. മേടമാസത്തിൽ ശിരോരോഗങ്ങൾ, മനക്ലേശം എന്നിവ ഉണ്ടാകും. മേടമാസത്തിൽ ശിരോരോഗങ്ങൾ ഉണ്ടാകും, അതായത് തലസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും, തലയിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകും, മനക്ലേശങ്ങൾ ഉണ്ടാകും. ഇടവമാസത്തിൽ കേസ് വിജയം, രോഗശമനം, കാര്യവിജയം എന്നിവ ഉണ്ടാവും ഇടവമാസത്തിൽ. അതായത് വ്യവഹാരങ്ങളിൽ വിജയം, തർക്കങ്ങളിൽ വിജയം, ഇതെല്ലാം ഇടവമാസത്തിലുണ്ടാകും. രോഗമുള്ളവർക്കാണെങ്കിൽ രോഗശമനം ഉണ്ടാവും, കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. മിഥുനമാസത്തിൽ വിദേശയാത്രയും ദാമ്പത്യ സുഖവും ഉണ്ടാവും. മിഥുനമാസത്തിൽ വിദേശത്ത് പോകാനോ, വിദേശത്ത് എന്ന് പറഞ്ഞാൽ സ്വദേശം വിട്ടു നിന്നാൽ വിദേശമായി, അപ്പോൾ വിദേശത്ത് പോകാൻ ഇടവരും. മിഥുനമാസത്തിൽ ദാമ്പത്യ സുഖവും ഉണ്ടാവും. കർക്കിടക മാസത്തിലെ അകാരണമായ ഭയം മനസ്സിനെ വന്നു അലട്ടും. അകാരണമായ ഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ഉദരസംബന്ധമായ രോഗങ്ങളും ഇവർക്ക് ഉണ്ടാകും. ദോഷശാന്തിക്കായി വിഷ്ണുപ്രീതിയും ശാസ്താപ്രീതിയും നടത്തുന്നത് നല്ലതാണ്.
അത് പൂരാട നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. പൂരാട നക്ഷത്രക്കാരുടെ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള പുതുവർഷ ഫലം. ഓരോ മാസത്തിലും അവർക്കുണ്ടാവുന്ന കാര്യങ്ങൾ. ചിങ്ങമാസത്തിൽ ഇവർക്ക് അപകടങ്ങൾ ഉണ്ടാകാം. ഗുരുസ്ഥാനത്തിരിക്കുന്ന ജനങ്ങൾക്ക് വിയോഗം ഉണ്ടാകും. കന്നിമാസത്തിൽ സ്ഥാനലബ്ധി, ധനനേട്ടം, കീർത്തി എന്നിവ ഉണ്ടാവും. കന്നിമാസത്തിൽ സ്ഥാനമാനങ്ങൾ ഇവരെ തേടി വരും. ധനനേട്ടങ്ങൾ ഉണ്ടാവും, കീർത്തിയും ഉണ്ടാവും. തുലാമാസത്തിൽ നേട്ടം ഉണ്ടാവും, വസ്തുലാഭം ഉണ്ടാവും, പ്രമോഷൻ കിട്ടും, കാര്യവിജയങ്ങൾ ഇവർക്കുണ്ടാവും തുലാമാസത്തിൽ. വൃശ്ചിക മാസത്തിൽ ധനക്ലേശം ഉണ്ടാകും, ആരോഗ്യഹീനതയും ഉണ്ടാകാം വൃശ്ചിക മാസത്തിൽ. ധനുമാസത്തിൽ ശരീരക്ലേശങ്ങൾ എന്നിവ ഉണ്ടാകും, മനോവിഷമം ഉണ്ടാകും. ശരീരക്ലേശങ്ങളും വിഷമങ്ങളും ധനുമാസത്തിലുണ്ടാകും. മകരമാസത്തിൽ കുടുംബ സ്വസ്ഥത കുറവുണ്ടാവും. കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാവും, ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവും. മകരമാസത്തിൽ കുടുംബ സ്വസ്ഥതക്കുറവ്, ഭാര്യ ഭർത്തൃ കലഹം എന്നിവയുണ്ടാകും. കുംഭമാസത്തിൽ പ്രശസ്തി ഉണ്ടാകും, ധനനേട്ടങ്ങൾ ഉണ്ടാവും, കാര്യവിജയങ്ങൾ ഉണ്ടാവും. മീനമാസത്തിൽ മാതൃജനങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാവും, ബന്ധുജനങ്ങളുടെ വിരോധങ്ങളും ഏൽക്കാൻ ഇടവരും. മേടമാസത്തിൽ ശിരോരോഗങ്ങൾ വന്നുപെടാം. മനോവിഷമങ്ങൾ, മനക്ലേശങ്ങൾ, മനപ്രയാസം എന്നിവയുണ്ടാകാം. ഇടവമാസത്തിൽ വ്യവഹാരാദികളിൽ വിജയം, രോഗശമനം, കർമ്മവിജയം എന്നിവ ഉണ്ടാവും. മിഥുനമാസത്തിൽ വിദേശയാത്രാ ഗുണമുണ്ടാവും. വിദേശത്ത് പോകാനായിട്ടുള്ള യാത്ര സംബന്ധമായ ഗുണമുണ്ടാവും. ദാമ്പത്യ സുഖമുണ്ടാവും, ദാമ്പത്യപരമായിട്ടുള്ള സുഖമുണ്ടാവും. കർക്കിടക മാസത്തിൽ പതനഭയവും ഉദരരോഗവും വന്നു ഭവിക്കാം. പതനഭയം, ഉദരരോഗം എന്നിവ ഉണ്ടാകാം. ദോഷശാന്തിക്കായി വിഷ്ണുപ്രീതിയും ശാസ്താപ്രീതിയും വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കണം. ഉത്രാടം നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. ഉത്രാട നക്ഷത്രക്കാർക്ക് ഇവർക്ക് എന്താണ് ഓരോ മാസത്തിലും ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള പുതുവർഷ ഫലം ഓരോ മാസത്തിലും വിവരിക്കുന്നുണ്ട്. ഇന്നിന്ന കാര്യങ്ങൾ ഓരോ മാസത്തിലും വന്ന് സംഭവിക്കാവുന്നതാണ്. ചിങ്ങമാസത്തിൽ ഉത്രാട നക്ഷത്രക്കാർക്ക് ദേഹ അരിഷ്ടത ഉണ്ടാവും. ദേഹത്തിന് സുഖമില്ലായ്മ, നേത്ര രോഗങ്ങൾ എന്നിവ വന്ന് പിടിവിടാം. കന്നിമാസത്തിൽ വാഹന ഭയമുണ്ടാവും, അപകട ഭയമുണ്ടാവും, ധനപരമായ നഷ്ടങ്ങളും കന്നിമാസത്തിലുണ്ടാവും. തുലാമാസത്തിൽ ജോലി കിട്ടും, ധനനേട്ടം ഉണ്ടാവും. തുലാമാസത്തിൽ ജോലി കിട്ടും, അതായത് ഉദ്യോഗലബ്ധി കിട്ടും, ധനപരമായ നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ എല്ലാം ഉണ്ടാകും. വൃശ്ചിക മാസത്തിൽ കാര്യവിജയം ഉണ്ടാകും, അഭീഷ്ട വിജയം ഉണ്ടാവും, വസ്തുവാഹന ലാഭം ഉണ്ടാവും. അപ്പോൾ കാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി കാര്യവിജയം ഉണ്ടാവും, അഭീഷ്ടപരമായ വിജയം ഉണ്ടാവും, വസ്തു ലാഭം ഉണ്ടാവും, വസ്തുക്കളിൽ നിന്ന് ലാഭം ഉണ്ടാവും. ധനുമാസത്തിൽ ശിരോരോഗങ്ങൾ, ശിരസിൽ രോഗങ്ങൾ ഉണ്ടാവും, ധനച്ചെലവ് കൂടുതലായി വരും. മകരമാസത്തിൽ മനോവ്യസനങ്ങളുണ്ടാവും, മനക്ലേശങ്ങൾ ഉണ്ടാകും, കുടുംബത്തിൽ സുഖഹീനത കുറവ് ഉണ്ടാവും. സുഖഹീനത ഉണ്ടാകില്ല. കുംഭമാസത്തിൽ ധനനഷ്ടം ഉണ്ടാവും, കർമ്മനഷ്ടം ഉണ്ടാവും. കുംഭമാസത്തിൽ ധനനഷ്ടം, കർമ്മനഷ്ടം, പ്രവൃത്തി നഷ്ടം, കാര്യതടസ്സം എന്നിവയും ഉണ്ടാവും. മീനമാസത്തിൽ പ്രശസ്തി, അഭീഷ്ടസിദ്ധി എന്നിവ ഉണ്ടാവും. മീനമാസത്തിൽ പ്രശസ്തി ഉണ്ടാവും, അഭീഷ്ടസിദ്ധി ഉണ്ടാവും. മേടമാസത്തിൽ ബന്ധുജന വിരോധം ഉണ്ടാവും, മാതൃജന സുഖഹീനതയും ഉണ്ടാവും. ഇടവമാസത്തിൽ ഉദരരോഗവും ഭയം, സന്താനക്ലേശം എന്നിവ ഉണ്ടാവും ഇടവമാസത്തിൽ. മിഥുനമാസത്തിൽ കാര്യവിജയം ഉണ്ടാവും, ആരോഗ്യപുഷ്ടി ഉണ്ടാകും. കർക്കിടക മാസത്തിൽ യാത്രാക്ലേശം, രോഗാദി ദുരിതങ്ങൾ, രോഗാരിഷ്ടതകൾ എന്നിവ കർക്കിടക മാസത്തിൽ വരും. ദോഷശാന്തിക്കായി വിഷ്ണുപ്രീതി നടത്തുന്നത്, വഴിപാട് നടത്തുന്നത് നല്ലതാണ്. തിരുവോണം നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. തിരുവോണം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള 12 മാസത്തെ ഓരോ മാസത്തിലും വരുന്ന വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത്. ചിങ്ങമാസത്തിൽ ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, നേത്ര രോഗങ്ങൾ ഉണ്ടാവും,
കണ്ണിന് അസുഖങ്ങൾ വന്നുപെടാം. കന്നിമാസത്തിൽ വാഹന ഭയം ഉണ്ടാവും, അപകട ഭയം ഉണ്ടാവും, ധനനഷ്ടവും ഇവർക്കുണ്ടാവും കന്നിമാസത്തിൽ. തുലാമാസത്തിൽ ഉദ്യോഗലബ്ധി ഉണ്ടാകും, ധനനേട്ടം ഉണ്ടാകും. തുലാമാസത്തിൽ ഉദ്യോഗം, അതായത് ഉദ്യോഗം ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഉദ്യോഗം കിട്ടിയെന്ന് വരും. ധനനേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഇതെല്ലാം തുലാമാസത്തിലുണ്ടാകും. വൃശ്ചിക മാസത്തിൽ കാര്യവിജയം ഉണ്ടാവും, അഭീഷ്ടകാര്യ വിജയം ഉണ്ടാവും. വൃശ്ചിക മാസത്തിൽ കാര്യവിജയം, അഭീഷ്ടം, അതായത് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. ധനുമാസത്തിൽ ശിരോരോഗങ്ങളും ധനച്ചെലവും ഉണ്ടാവും. ധനുമാസത്തിൽ ശരീരസുഖം കുറയും, അതുകൂടാതെ ശിരോരോഗങ്ങളുണ്ടാകും, ധനച്ചെലവും വന്നുകൂടും. മകരമാസത്തിൽ മനക്ലേശമുണ്ടാകും, കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും ഉണ്ടാകാം. കുംഭമാസത്തിൽ ധനക്ലേശങ്ങളും കർമ്മ തടസ്സങ്ങളും ഉണ്ടാകും. മീനമാസത്തിൽ പ്രശസ്തിയും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. മീനമാസത്തിൽ. മേടമാസത്തിൽ ബന്ധു വിരോധമുണ്ടാകും, ബന്ധുജന വിരോധം ഉണ്ടാവും, മാതൃസുഖഹീനതയും ഉണ്ടാകാം. ഇടവമാസത്തിൽ ഉദരവ്യാപിയും ഭയം, സന്താനക്ലേശം എന്നിവ ഉണ്ടാകും. ഇടവമാസത്തിൽ. മിഥുനമാസത്തിൽ കാര്യവിജയം ഉണ്ടാകും, ആരോഗ്യപുഷ്ടി ഉണ്ടാകും. കർക്കടക മാസത്തിൽ യാത്രാ ദുരിതം ഉണ്ടാകും, രോഗാദി ദുരിതങ്ങൾ, രോഗാരിഷ്ടതകൾ എന്നിവ വന്നു ചേരാം. തിരുവോണ നക്ഷത്രക്കാരുടെ പൊതുവർഷഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവർക്ക് ദോഷശാന്തിക്കായി വിഷ്ണുപ്രീതിയും വഴിപാടും നടത്തുന്നത് നല്ലതാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ പുതുവർഷഫലമാണ്. ചിങ്ങമാസത്തിൽ അവിട്ട നക്ഷത്ര യാത്രാക്ലേശം ഉണ്ടാകും, കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, കുടുംബ സുഖഹീനതയും ഉണ്ടാകും, യാത്രപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കന്നിമാസത്തിൽ നേത്രരോഗവും ആയുധഭയവും ഉണ്ടാവും. കന്നിമാസത്തിൽ നേത്രരോഗം ഉണ്ടാവും, ആയുധങ്ങളോടുള്ള ഭയം ഉണ്ടാവും. തുലാമാസത്തിൽ ഗുരുജന വിയോഗം ഉണ്ടാവും, കാര്യതടസ്സങ്ങൾ ഉണ്ടാവും. തുലാമാസത്തിൽ ഗുരുജന വിയോഗം, കാര്യതടസ്സം ഉണ്ടാവും. വൃശ്ചിക മാസത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാവും, മനസുഖം കിട്ടും. ധനുമാസത്തിൽ ധനനേട്ടം, കാര്യവിജയങ്ങൾ, സന്താന ദുഃഖം എന്നിവയുണ്ടാകാം ധനുമാസത്തിൽ. മകരമാസത്തിൽ ധനനഷ്ടം ഉണ്ടാകും, ദേഹാരിഷ്ടതകൾ ഉണ്ടാകും, ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. കുംഭമാസത്തിൽ മനോവിഷമങ്ങൾ ഉണ്ടാകും, ആരോഗ്യക്ഷയവും ഉണ്ടാകും, ആരോഗ്യസുഖഹീനത ഉണ്ടാകും, മനോവിഷമങ്ങൾ ഉണ്ടാകും. മീനമാസത്തിൽ കുടുംബകലഹം ഉണ്ടാകും, ധനനഷ്ടം ഉണ്ടാകും. മീനമാസത്തിൽ കുടുംബകലഹം ഉണ്ടാകും, ധനനഷ്ടം ഉണ്ടാകും. മേടമാസത്തിൽ കർമ്മവിജയവും കാര്യനേട്ടങ്ങളും ഉണ്ടാവും. മേടമാസത്തിൽ കർമ്മവിജയം, കാര്യനേട്ടം എന്നിവ ഉണ്ടാവും. ഇടവമാസത്തിൽ കുടുംബ സുഖക്കുറവുണ്ടാവും. ഇടവമാസത്തിൽ കുടുംബ സുഖക്കുറവാണ് കാണുന്നത്. മിഥുനമാസത്തിൽ രോഗങ്ങളും മനക്ലേശങ്ങളും വന്നു സംഭവിക്കാം. കർക്കിടക മാസത്തിൽ വ്യാപാര വിജയം ഉണ്ടാവും, കാര്യവിജയവും ഉണ്ടാവും. വ്യാപാര വിജയവും കാര്യവിജയവും കർക്കിടക മാസത്തിൽ ഈ അവിട്ട നക്ഷത്രക്കാർക്കുണ്ടാവും. ദോഷശാന്തിക്കായി ശാസ്ത്രപ്രീതിയും ശനിയാഴ്ച വ്രതവും എടുക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ വിഷ്ണുപ്രീതിയും. ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം. ചിങ്ങമാസത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് യാത്രാക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. യാത്ര പോകുമ്പോൾ ക്ലേശങ്ങളുണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള ചില നഷ്ടങ്ങളുണ്ടാകും, ദാമ്പത്യപരമായ കലഹങ്ങളും ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കന്നിമാസത്തിൽ നേത്രരോഗം, ആയുധഭയം എന്നിവയുണ്ടാകും കന്നിമാസത്തിൽ. തുലാമാസത്തിൽ ഗുരുജന വിയോഗം ഉണ്ടാവും, ഗുരുജനങ്ങൾക്ക് വിയോഗം ഉണ്ടാവും. പുണ്യകർമ്മങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം, പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ തടസ്സങ്ങൾ ഉണ്ടാകാം. വൃശ്ചികത്തിൽ കർമ്മ പുരോഗതിയും മനസുഖവും കിട്ടും. വൃശ്ചിക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയം ഉണ്ടാവും, കാര്യവിജയം ഉണ്ടാവും, കാര്യതടസ്സങ്ങളെല്ലാം നീങ്ങി കർമ്മ പുരോഗതിയിലേക്ക് വരും, മനസുഖവും കിട്ടും. ധനുമാസത്തിൽ ധനനേട്ടം, വിജയം, സന്താന ഗുണം എന്നിവ ഉണ്ടാവും. ധനുമാസത്തിൽ
എന്തൊക്കെയാണ്? ധനനേട്ടങ്ങളുണ്ടാവും, വിജയങ്ങളുണ്ടാവും, സന്താന ഗുണവും ഉണ്ടാവും. മകരമാസത്തിൽ ധനനഷ്ടം, ആരോഗ്യ പ്രശ്നം എന്നിവ വന്നുകൂടാ. കുംഭമാസത്തിൽ മനക്ലേശം, ആരോഗ്യക്ഷയം എന്നിവയും ഉണ്ടാകാം. മീനമാസത്തിൽ കുടുംബകലഹം ഉണ്ടാവും. മീനമാസത്തിൽ കുടുംബകലഹം, ധനനഷ്ടം എന്നിവയുണ്ടാകാം. മേടമാസത്തിൽ കർമ്മഗുണം, ധനധാന്യ സമൃദ്ധി എന്നിവയുണ്ടാവും. മേടമാസത്തിൽ കർമ്മ ഗുണം ഉണ്ടാവും, ധനധാന്യ പുഷ്ടിയും ഉണ്ടാവും. ഇടവമാസത്തിൽ കുടുംബസുഖക്കുറവ് കിട്ടും. കുടുംബസുഖക്കുറവായിരിക്കുള്ളൂ ഇടവമാസത്തിൽ. മനക്ലേശങ്ങൾ ഉണ്ടാകും, മനസ്സ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. മിഥുനമാസത്തിൽ രോഗാദി ദുരിതങ്ങൾ, രോഗ അരിഷ്ടതകൾ, മനോവിഷമങ്ങൾ എന്നിവ വന്നു ചേരും. കർക്കിടക മാസത്തിൽ വ്യാപാര വിജയം ഉണ്ടാവും, വ്യവഹാര വിജയം ഉണ്ടാവും. വ്യാപാര സംബന്ധമായ, കച്ചവട സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ഉണ്ടാവും, കാര്യജയവും കാണുന്നുണ്ട്. ദോഷശാന്തിക്കായി വിഷ്ണുപ്രീതി വഴിപാട് നടത്തുന്നത് നല്ലതാണ്. പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലമാണ്. പുരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള 12 മാസത്തെ ഓരോ മാസത്തിലെ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. ചിങ്ങമാസത്തിൽ യാത്രാ ദുരിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രാ ദുരിതം വരും. കുടുംബത്തിലെ അനൈക്യമുണ്ടാവും, കുടുംബത്തിൽ സ്വസ്ഥതക്കുറവുണ്ടാവും, കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യത ഉണ്ടാകില്ല ചിങ്ങമാസത്തിൽ. കന്നിമാസത്തിൽ നേത്ര രോഗപീഠയുണ്ടാവും, നേത്ര സംബന്ധമായ അസുഖങ്ങളുണ്ടാവും. അകാരണമായ ഭയം വന്ന് സംഭവിക്കും, അകാരണമായ ഭയം ഇവർക്ക്. തുലാമാസത്തിൽ ഗുരുജന വിയോഗം ഉണ്ടാവും, ഗുരുജനങ്ങളുമായിട്ടുള്ള വിയോഗം ഉണ്ടാവും. കർമ്മത്തിൽ തടസ്സങ്ങളുണ്ടാവും, കർമ്മത്തിൽ ദോഷങ്ങളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, കാര്യ തടസ്സങ്ങളും ഉണ്ടാവും. വൃശ്ചികത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാവും, മനസുഖം കൂടുതലുണ്ടാവും. വൃശ്ചിക മാസത്തിൽ കർമ്മ പുരോഗതി, അതായത് ചെയ്യുന്ന പ്രവൃത്തികളിൽ പുരോഗതി ഉണ്ടാവും. കർമ്മ പുരോഗതി, ഉദ്ദിഷ്ടകാര്യ പുരോഗതി, മറ്റ് മനസുഖം, ഇതെല്ലാം ഈ വൃശ്ചിക മാസത്തിൽ ഉണ്ടാവും. ധനുമാസത്തിൽ ധനനേട്ടങ്ങളുണ്ടാവും, ധനുമാസത്തിൽ ധനനേട്ടം ഉണ്ടാവും, കാര്യവിജയങ്ങളുണ്ടാവും, സന്താന ഗുണങ്ങളുണ്ടാവും, സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങളുണ്ടാവും. ധനനേട്ടങ്ങളും കാര്യവിജയങ്ങളും ധനനേട്ടങ്ങളും ധനുമാസത്തിലുണ്ടാവും. മകരമാസത്തിൽ ധനനഷ്ടമുണ്ടാകും. മകരമാസത്തിൽ ധനനഷ്ടം, ആരോഗ്യഹീനത, ആരോഗ്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, ദേഹ അസ്വസ്ഥതകൾ ഉണ്ടാകും. വൃശ്ചിക മാസത്തിൽ കർമ്മ പുരോഗതി, മനസുഖം എന്നിവയുണ്ടാകും. വൃശ്ചിക മാസത്തിൽ കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും, മനസുഖം ഉണ്ടാവും. കർമ്മത്തിൽ വിജയം ഉണ്ടാവും, ചെയ്യുന്ന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും, കാര്യവിജയങ്ങളും ഉണ്ടാവും. ധനുമാസത്തിൽ ധനനഷ്ടം ഉണ്ടാകും. ധനുമാസത്തിൽ ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം ധനനേട്ടങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ കാര്യവിജയങ്ങളും സന്താന ഗുണവും ധനുമാസത്തിലുണ്ടാവും. മകരമാസത്തിൽ ധനനഷ്ടങ്ങളുണ്ടാകും, ആരോഗ്യഹീനതയുണ്ടാകും. കുംഭമാസത്തിൽ മനക്ലേശവും ആരോഗ്യക്ഷയവും ഉണ്ടാവും. മീനമാസത്തിൽ കുടുംബ സ്വസ്ഥത കുറവുണ്ടാവും, ധനക്ലേശങ്ങൾ ഉണ്ടാവും മീനമാസത്തിൽ. മേടമാസത്തിൽ കർമ്മഗുണം ഉണ്ടാവും, ധനനേട്ടം ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവും. മേടമാസത്തിൽ കർമ്മഗുണം, ധനനേട്ടം, സമൃദ്ധി എന്നിവ മേടമാസത്തിലുണ്ടാവും. ഇടവ മാസത്തിൽ കുടുംബ പ്രശ്നം ഉണ്ടാവും, മനോവിഷമങ്ങൾ ഉണ്ടാവും, മനക്ലേശങ്ങൾ ഉണ്ടാകാം ഇടവ മാസത്തിൽ. മിഥുന മാസത്തിൽ രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകാം, രോഗ അരിഷ്ടതകൾ ഉണ്ടാകാം, രോഗാരിഷ്ടതകൾ ഉണ്ടാകാം, മനോവിഷമങ്ങൾ ഉണ്ടാകാം, മനക്ലേശങ്ങൾ ഉണ്ടാകാം, മനോവ്യസനങ്ങൾ ഉണ്ടാകാം മിഥുന മാസത്തിൽ. കർക്കിടക മാസത്തിൽ വ്യാപാര വിജയം ഉണ്ടാവും, കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ വ്യാപാര വിജയം ഉണ്ടാവും. അതുകൂടാതെ
മത്സര വിജയവും ഉണ്ടാവും. മത്സരങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ വിജയം ഉണ്ടാവും. കാര്യ നേട്ടങ്ങളും ഇവർക്കുണ്ടാവും. അതായത് കാര്യ വിജയം ഉണ്ടാവും, കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും, പ്രവൃത്തി ഗുണങ്ങളും ഇവർക്ക് കിട്ടും. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പുതുവർഷം 1201 ആണ്ട് മലയാള മാസ പുതുവർഷ ഫലം. ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസത്തെ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. ചിങ്ങമാസത്തിൽ ഇവർക്ക് ധനലാഭം ഉണ്ടാവും, ധന നേട്ടങ്ങളുണ്ടാവും, സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവും, കാര്യവിജയങ്ങളുണ്ടാവും, കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും, തടസ്സങ്ങൾ മാറി കാര്യങ്ങളുടെ വിജയത്തിലേക്ക് ചെല്ലാനും ഇവർക്ക് കഴിയും ചിങ്ങമാസത്തിൽ. എന്നാൽ കന്നിമാസത്തിൽ യാത്രാക്ലേശങ്ങൾ ഉണ്ടാവും, ദാമ്പത്യ കലഹങ്ങളും ഉണ്ടാകും. കന്നിമാസത്തിൽ യാത്രാക്ലേശം, ദാമ്പത്യ കലഹം. തുലാമാസത്തിൽ ഭയവും ഉദരരോഗങ്ങളും വന്നു പിടിപെടാം. ഭയവും ഉദരരോഗങ്ങളും തുലാമാസത്തിൽ ഉണ്ടാകാം. വൃശ്ചിക മാസത്തിൽ അപകട ഭയം, ഗുരുജന ദുരിതം ഉണ്ടാകാം. അപകട ഭയം ഉണ്ടാകാം, പിന്നെ ഗുരുജന ദുരിതങ്ങളും ഉണ്ടാകാം. ധനുമാസത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാവും. ധനുമാസത്തിൽ പ്രവൃത്തി ഗുണം ഉണ്ടാവും, കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും, കാര്യവിജയങ്ങളുണ്ടാകും, സൽകീർത്തിയും ഉണ്ടാകും ധനുമാസത്തിൽ. മകരമാസത്തിൽ അഭീഷ്ടസിദ്ധിയും ഗ്രഹസുഖവും കിട്ടും. മകരമാസത്തിൽ, അതായത് ഇവർ വിചാരിച്ച പല കാര്യങ്ങളും സാധിക്കാനായിട്ട് മകരമാസത്തിൽ സാധിച്ചെന്ന് വരും. അതുവഴി ഗ്രഹത്തിലെ ഒരു സമാധാന അന്തരീക്ഷവും ഗ്രഹസുഖവും ഗ്രഹപുഷ്ടിയും മകരമാസത്തിൽ കിട്ടും. കുംഭമാസത്തിൽ ധനച്ചെലവും നേത്രരോഗങ്ങളും വരും. കുംഭമാസത്തിൽ ധനച്ചെലവ് കൂടും, അതേപോലെ തന്നെ കണ്ണിന് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മീനമാസത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും, മനോവ്യസനം ഉണ്ടാവും, മനക്ലേശങ്ങളും ഉണ്ടാവും മീനമാസത്തിൽ. മേടമാസത്തിൽ കുടുംബജന വിരോധം ഉണ്ടാവും, വസ്തുനഷ്ടം ഉണ്ടാവും മേടമാസത്തിൽ. അതായത് കുടുംബാംഗങ്ങൾ തമ്മിൽ തന്നെ ഒരു ഐക്യത ഇല്ലാതെ വരും, അല്ലെങ്കിൽ അവർ തമ്മിൽ തന്നെ അവരുടെ ഇടയിൽ തന്നെ വിരോധങ്ങൾ ഉണ്ടാകാം. ഇടവമാസത്തിൽ അഭീഷ്ടസിദ്ധി ഉണ്ടാവും. ഇടവമാസത്തിൽ കാര്യസിദ്ധി ഉണ്ടാവും. വിചാരിച്ച പല കാര്യങ്ങളും സാധിച്ചെന്ന് വരും. ഇടവമാസത്തിൽ ധനപരമായ നേട്ടം, സാമ്പത്തിക നേട്ടം എല്ലാം ഈ ഇടവമാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിഥുന മാസത്തിൽ ഗ്രഹസുഖക്കുറവ്, വീട്ടിലെ ഒരു സുഖക്കുറവുണ്ടാവും. മാതൃജന ദുരിതങ്ങളും വന്ന് സംഭവിക്കാം മിഥുനമാസത്തിൽ. കർക്കിടക മാസത്തിൽ ഉദരരോഗം, സന്താനക്ലേശം എന്നിവയുണ്ടാവും. കർക്കിടക മാസത്തിൽ ഉദരസംബന്ധമായ, അതായത് വയറു സംബന്ധമായ രോഗങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അതുകൂടാതെ സന്താനങ്ങളിൽ നിന്ന് ഒരു നല്ല വാർത്ത കേൾക്കാനോ അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് ഗുണം ഉണ്ടാകാനോ സാധ്യത കുറവാണ്. ദോഷശാന്തിക്കായിട്ട് ശാസ്താപ്രീതിയും വിഷ്ണുപ്രീതിയുമാണ് ഇവർ ചെയ്യേണ്ടത്. മലയാള മാസ പുതുവർഷഫലം. അത് രേവതി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയും ഉള്ള ഓരോ മാസത്തിലെയും നക്ഷത്രഫലമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചിങ്ങമാസത്തിൽ ധനനേട്ടം ഉണ്ടാവും. ചിങ്ങമാസത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും, കർമ്മ പുരോഗതി ഉണ്ടാകും, വ്യാപാര വിജയം ഉണ്ടാവും, കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവും ചിങ്ങമാസത്തിൽ. കന്നിമാസത്തിൽ യാത്രാക്ലേശങ്ങളുണ്ടാകാം, കുടുംബ കലഹങ്ങൾ വന്ന് സംഭവിക്കാം കന്നിമാസത്തിൽ. തുലാമാസത്തിൽ ഭയവും അപകട ഭയവും പതനഭയവും ഉദരരോഗങ്ങളും ഇവർക്ക് വന്നെന്ന് വരാം. വൃശ്ചിക മാസത്തിൽ അപകട ഭയം, അപകടങ്ങൾ, ഗുരുജന കഷ്ടത ഇതെല്ലാം ഈ വൃശ്ചിക മാസത്തിൽ വരാവുന്നതാണ്. ധനുമാസത്തിൽ കർമ്മ പുരോഗതിയും സൽകീർത്തിയും ഇവർക്കുണ്ടാവും. ധനുമാസത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാവും, സൽകീർത്തി ഉണ്ടാകും,
കർമ്മ വിജയം ഉണ്ടാവും, കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവും. മകരത്തിൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകും. മകരമാസത്തിൽ അഭീഷ്ടസിദ്ധി, അതായത് ഇവരാഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ സാധിച്ചെന്ന് വരും. ഗ്രഹത്തിൽ സുഖവും കിട്ടും. കുംഭമാസത്തിൽ ധനനഷ്ടമുണ്ടാകും, സാമ്പത്തികമായ ക്ലേശങ്ങൾ ഉണ്ടാകും, നേത്രരോഗപീഡയുണ്ടാകാം. അതായത് കണ്ണിന് അസുഖങ്ങൾ വന്ന് സംഭവിക്കാം, നേത്രരോഗപീഡ കുംഭമാസത്തിൽ. മീനമാസത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. മീനമാസത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, ശരീരത്തിന് ദേഹ അസ്വസ്ഥതകൾ ഉണ്ടാകും, മനോവിഷമങ്ങൾ വന്നുകൂടും. മനോവിഷമം, മനക്ലേശം, ഇതെല്ലാം, മനോവ്യസനം ഇതെല്ലാം ഉണ്ടാകാം. മേടമാസത്തിൽ കുടുംബ കലഹവും വസ്തുനഷ്ടവും ഉണ്ടാകും. കുടുംബത്തിൽ കലഹം ഉണ്ടാകും, കുടുംബാംഗങ്ങൾ തമ്മിൽ ചിലപ്പോൾ വിരോധങ്ങൾ ഉണ്ടാകും, വസ്തു നഷ്ടങ്ങളുണ്ടാകും. ഇടവത്തിൽ അഭീഷ്ടകാര്യസിദ്ധിയും ധനനേട്ടവും ഉണ്ടാവും. ഇടവത്തിലെ അഭീഷ്ടം, അതായത് നിങ്ങൾ ആഗ്രഹിച്ച വിഷയങ്ങളിൽ തടസ്സമില്ലാതെ ആ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത, അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാവും. ധനപരമായ നേട്ടം ഉണ്ടാവും, സാമ്പത്തിക നേട്ടം, ധനനേട്ടം ഇതെല്ലാം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മിഥുനമാസത്തിൽ ഗ്രഹസുഖക്കുറവ്, കുടുംബത്തിലൊരു സമാധാനക്കുറവ്, ഗ്രഹസുഖക്കുറവുണ്ടാവും. മാതൃജന ദുരിതം ഉണ്ടാവും, അമ്മ വഴിയുള്ള ജനങ്ങൾക്ക് മാതൃജന ദുരിതം ഉണ്ടാവും. കർക്കിടക മാസത്തിൽ ഉദരരോഗം, സന്താനക്ലേശം എന്നിവയുണ്ടാകാം. കർക്കിടക മാസത്തിൽ ഉദരരോഗവും സന്താനക്ലേശവും രേവതി നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകാം. രേവതി നക്ഷത്രക്കാരുടെ ചിങ്ങം മുതൽ കർക്കിടകം വരെ ഉള്ള പുതുവർഷ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ദോഷശാന്തിക്കായി ശാസ്ത്രപ്രീതിയും വിഷ്ണുപ്രീതിയും നേടുന്നത് നല്ലതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.